Good morning, everyone. അപ്പം നമ്മുടെ പാർട്ടിസിപ്പൻ്റ് ഒക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 119 ആൾക്കാരൊക്കെ ആയി. ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും മ്യൂട്ട് ചെയ്ത് സഹകരിക്കുക. താങ്ക് യു. അപ്പം എല്ലാവർക്കും ഒരു മാഗ്നറ്റിക് മോർണിംഗ്, ഹാപ്പി മോർണിംഗ് ആൻഡ് ഹെൽത്തി ആൻഡ് വെൽത്തി മോർണിംഗ് നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. അപ്പം ഇന്നത്തെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് എല്ലാവർക്കും ഒരു നമ്മുടെ ഒരു Q&A സെക്ഷനാണ്. അതായത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഇൻറ്ററാക്ഷൻ പ്ലാറ്റ്ഫോമായിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പിന്നെ എന്താ പറയുക, നമുക്ക് ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും ആസ് യൂഷ്വൽ നമ്മുടെ ജഗദീശ്വരനെ ഒന്ന് ഓർക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ KBCയുടെ നേതൃത്വത്തിലുള്ള ഇ-ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മോർണിംഗ് 6 AM സെഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പം എന്നെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. എൻ്റെ പേര് ലീന സുജിത്. ഞാൻ തലശ്ശേരി സ്വദേശിനിയാണ്. ജാർഖണ്ഡ്, അതായത് ജംഷഡ്പൂർ എന്ന സിറ്റിയിൽ ഞാൻ ഒരു 10-16 വർഷമായിട്ട് റിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ ജോലിയൊക്കെ സംബന്ധിച്ചാണ് ഞാനിവിടെ സെറ്റിൽഡ് ആയത്. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഡോക്ടർ സുമേഷിനെ എല്ലാവർക്കും ഇപ്പം നമ്മുടെ ടിവിയിലുള്ള എല്ലാവർക്കും വളരെ പരിചിതമായി. എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കായിരിക്കും പരിചയം, കാരണം നിങ്ങൾ നേരിട്ട് പോലും കണ്ടിട്ടുണ്ട്. ഞാൻ സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിലൂടെ പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സാറിൻ്റെ ഒരു പിന്നെ ഇൻട്രാക്ഷൻ സെക്ഷനാണിന്ന്. അപ്പം ഡോക്ടറെ പറ്റി നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷനിലൂടെ ഡോക്ടറെ പറ്റി ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഡോക്ടർ സുമേഷ് എന്ന് പറയുന്നത് ഇൻ്റർവെൻഷണൽ പൊഡിയാട്രിക്സ് കൺസൾട്ടൻ്റ് ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എഡ്യൂക്കേഷനിൽ ചെറിയൊരു ജേണി നമുക്ക് പോവുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പൊഡിയാട്രി, കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് എസെൻഷ്യൽ ഡ്രഗ്സ്, ഡിപ്ലോമ ഇൻ പൊഡിയാട്രി സയൻസ്, ഡിപ്ലോമ ഇൻ പൊഡിയാട്രി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ട്രോമ ആൻഡ് എമർജൻസി കെയർ, പിന്നെ അതുപോലെ ഫുഡ് ആൻഡ് വൂണ്ട് കെയറിൽ സാറിന് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ഈ വിദ്യാഭ്യാസമൊക്കെ കേരളം, കർണാടക, തമിഴ്നാട്, UP എന്നീ സംസ്ഥാനങ്ങളിലൂടെയായിരുന്നു. പിന്നെ ഈ ഒരു പൊഡിയാട്രി മേഖലയിൽ സാർ കഴിഞ്ഞ 18 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളയാളാണ്. അറ്റ് പ്രസൻറ്റ് സാറ് കോഴിക്കോടുള്ള ശ്രീധർ ഡയാ കെയറിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഡോക്ടർ അരുൺ ബാൾ, അതായത് ഇന്ത്യൻ പൊഡിയാട്രിയുടെ പിതാവായിട്ട് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെയും പിന്നെ ഡോക്ടർ S. വിനയ, ഡോക്ടർ അജിത് കുമാർ വർമ്മ, ഡോക്ടർ നരേന്ദർ വർമ്മ, ഡോക്ടർ KR സുരേഷ് തുടങ്ങിയവരുടെ കീഴിൽ പരിശീലനം നേടാനും സാറിന് ഒരു മികച്ച അവസരം ലഭിച്ചു എന്നുള്ളതാണ്. പിന്നെ സാറിൻ്റെ ഒരു സർവീസ് എന്ന് പറയുകയാണെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിലൊക്കെയുള്ള മേജറായിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ സാറ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ഈ കരിയറിൻ്റെ തുടക്കം മുതൽ തന്നെ വൺ സ്റ്റെപ്പ് എഹെഡ് എന്ന പദ്ധതിയിൽ വേൾഡ് ഡയബറ്റിക് ഫൗണ്ടേഷനുമായി സഹകരിക്കാനും കൂടി അദ്ദേഹത്തിനൊരു വലിയൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ഒരു ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ, സാറിൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഈ ഒരു IT പ്രൊഫഷണലാണ്. പിന്നെ 2 കുട്ടികളാണ് സാർ. നല്ലൊരു പേരുമാണ് കുട്ടികളുടെ, സുനയന ആൻഡ് സുനീത്. അങ്ങനെ ഒരു മോനും ഒരു മകളും ആണ് സാറിനുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ, സാർ ഒരു നിരവധി പുസ്തകങ്ങളിലും മാസികകളിലൊക്കെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മുടെ സാറിനൊരു വലിയൊരു പദവിയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ പൊഡിയാട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പം അറിയുമായിരിക്കും നിങ്ങൾക്ക്. ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാണോ? പൊഡിയാട്രി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫുഡ് ആൻഡ് വൂണ്ട് കെയറിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഡോക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ ഷുഗറൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പിന്നെ
കാല് അതായത് മുറിക്കുന്ന ഒരവസ്ഥ, അതായത് ഒരു ഒരു പാത ഛേദം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കൊക്കെ നമ്മൾ ഭയങ്കര പിന്നെ കഷ്ടമുള്ള ഒരു സീരിയസ് ആയ കണ്ടീഷനിലൊക്കെ നമ്മൾ എത്തുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ സുമേഷ് സാറിൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഒഴിവാകുക, അതായത് അംഗച്ഛേദം എന്നുള്ള ഒരു സംഭവമൊന്നും വരാതിരിക്കാനുള്ള ഒരു ഡ്രീമാണ് നമ്മുടെ ഡോക്ടർ സുമേഷിനുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ മനുഷ്യ ശരീരത്തിലെ കട്ടിയുള്ള ചർമ്മത്തിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂ ലേസ് സ്റ്റിച്ചർ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, ഒരു സാങ്കേതിക വിദ്യയും അദ്ദേഹം അതിനുവേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര കട്ടിയുള്ള സ്കിന്നും നമുക്ക് ജോയിനിങ് ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യ കൂടെ ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം ഡോക്ടർ ആ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഒരു അംഗഛേദം ഒഴിവാക്കുക എന്നുള്ളൊരു ഒരു എന്താ പറയുക നല്ലൊരു കാര്യം കൂടെ ഡോക്ടർ കാര്യമായിട്ട് പിന്നെ ഫോളോ ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം സാറിനെ, നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ സാറിൻ്റെ ഒരു ഇതറിയാം. സാറ് നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു ട്രെയിനറാണ്. അതിലുപരി സാറ് നിങ്ങൾ പറയുന്നതൊക്കെ അല്ല ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു ശ്രോതാവും പിന്നെ കൂടാതെ ഒരു ഗവേഷകനും കൂടെയാണ്. പിന്നെ നിരവധി പുസ്തകങ്ങളിലും മാസികകളിലും ലേഖനങ്ങളും സാറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിരവധി ദേശീയ അന്തർദേശീയ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും പോഡിയാട്രിയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം പിന്നെ പോഡിയാട്രി അസോസിയേഷനിൽ സാറിന് ലൈഫ് ടൈം മെമ്പർഷിപ്പ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ ഇത്രയും സ്പെഷ്യാലിറ്റിയുള്ള നമ്മുടെ ഡോക്ടർ സുമേഷ് എത്ര പറഞ്ഞാലും സാറിനെ കൊണ്ട് പറഞ്ഞാൽ തീരില്ല. അത്രയും വലിയൊരു എന്താ പറയുക കഴിവുകളുള്ള ഡോക്ടർ സുമേഷിനെയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം ടീമിൽ കിട്ടിയിരിക്കുന്നത്. അതൊരു സ്വകാര്യ അഹങ്കാരത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ. അപ്പോൾ ഇത്രയും ഡൗൺ ടു എർത്ത്, അതായത് ഈ ഒരു മനുഷ്യസ്നേഹിയായ ഒരു ഡോക്ടറെ നമ്മുടെ കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരെന്നല്ലാതെ വേറെ എന്താ പറയാനുള്ളത് അല്ലേ. നമ്മുടെ ഈ ദൈവം തൊട്ട പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ദൈവത്തിനെ പോലെ ഒരാളെയും നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മഹത്തായ ഒരു വ്യക്തിയെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പിന്നെ ക്ഷണിക്കാൻ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പിന്നെ നമ്മളുടെ സംശയങ്ങൾ തീർത്തിത്തരാൻ വേണ്ടി കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം അല്ലല്ലേ. അപ്പം ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മുടെ ഡോക്ടർ സുമേഷ് സാറിനെ ഈ 6 AM ഈ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഹാർട്ടി വെൽക്കം ഡോക്ടർ സുമേഷ് സർ. ഗുഡ് മോർണിംഗ് ഓൾ. കേൾക്കാവല്ലേ? ഓ യെസ്, കേൾക്കാം. ഓക്കെ. സോ താങ്ക് യു ലീന മാം, ഒരു വളരെ ദീർഘമായ ഒരു ഇൻട്രൊഡക്ഷന്. താങ്ക് യു എവരിബഡി. വെൽക്കം ടു ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. നമ്മളിപ്പം കഴിഞ്ഞ ഒരു 3ഓളം ക്ലാസ്സുകൾ പ്രമേഹത്തെ കുറിച്ചും അതുപോലെ തന്നെ പാദരോഗങ്ങളെ കുറിച്ചും നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കടല് പോലെ കിടക്കുന്ന ഒരു ടോപ്പിക്സ് ആണ് എല്ലാം. അപ്പൊ അതിനകത്ത് ഒരു വിതിൻ 1 hour നമുക്ക് ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു മണിക്കൂറിനകത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും അതിനകത്ത് ചില കാര്യങ്ങൾ വിട്ടുപോവാം, അല്ലെങ്കിൽ അത് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ കഴിയാതെ പോയിട്ടൊക്കെ ഉണ്ടാവാം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ നമ്മളിത് പ്ലാൻ ചെയ്യാൻ കാരണം ഈ പറയുന്ന പോലെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിലും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരോ അവസ്ഥയിൽ പെടുമ്പോഴും നമ്മൾ കാണാം. സോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്തരം ഡൗട്ടുകൾ കുറച്ചെങ്കിലും നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അത്തരം സംശയങ്ങളെ എങ്ങനെ നമുക്കൊരു ഉത്തരം കണ്ടെത്താം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ എല്ലാവരോടും ഉള്ളത്, നിങ്ങൾക്ക് നമുക്ക് പ്രമേഹത്തെ കുറിച്ചും എസ്പെഷ്യലി പ്രമേഹ ബാധിത പാദരോഗങ്ങളെ കുറിച്ചും മറ്റ് ചില ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ എങ്കിലും നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു സബ്ജക്റ്റിനകത്ത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും ആൾക്കാർക്ക് കേൾക്കുന്നവർക്കും. കാര്യം ജനറൽ ടോപ്പിക്സ് നമ്മൾ പല പ്ലാറ്റ്ഫോമിലും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു മേഖലയിൽ മാത്രം പരമാവധി നിങ്ങൾ ഒതുക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് ജനറൽ ആസ്പെക്റ്റിലുള്ള എല്ലാവർക്കും ഒരു ചോദ്യം കൊണ്ട് എല്ലാവർക്കും കൃത്യമായ വിവരങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കാനാണ് വളരെ ഉപകാരം. സോ ആവശ്യമുള്ള ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹാൻഡ് റൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നു മാഡം അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തു തരും. അപ്പൊ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ.
അതെ, ചോദ്യം ചോദിക്കാനുള്ളവരെ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കിവിടെ ഈ ഒരു കലവില ശബ്ദം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഹാൻഡ് റൈസ് എന്നുള്ള സംഭവം കാണുന്നില്ലെങ്കിൽ ഈ നമ്മുടെ ഏറ്റവും താഴെ നമ്മൾ ഒന്ന് സ്ക്രീന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നില്ലേ, നമ്മുടെ ഓഡിയോ പാർട്ടിസിപ്പൻസ് ചാറ്റ് എന്നൊക്കെ കാണുന്നില്ല, അവിടെ റിയാക്ഷൻ ബട്ടൺ കണ്ടില്ല, ഒരു ഹാർട്ടിന്റെ ഷേപ്പിൽ, അതിലൊന്ന് തൊടുകയാണെങ്കിൽ നമുക്ക് കാണാം ഹാൻഡ് റൈസിന്റെ. അവിടെ ഒന്ന് നിങ്ങൾ റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്താൽ അവർ മാത്രം ചോദ്യം ചോദിക്കുക. പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മളുടെ പിന്നെ ഡയബറ്റിക് ഡേയുടെ ദിവസം സാർ പിന്നെ നമുക്ക് ഒരു ക്ലാസ് എടുത്തിരുന്നു അല്ലേ, അതുപോലെ തന്നെ ആർട്ടീരിയൽ പെരിഫറൽ ഡിസീസിനെ പറ്റിയും സാർ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ളതായിരിക്കണം നമ്മളുടെ ക്വസ്റ്റ്യൻസും. സോ കമോൺ, ആരാണ് ആദ്യം വരുന്നത്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. Okay. Sir, good morning. Good morning, everybody. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെരിഫറൽ ന്യൂറോപ്പതി, ഈ കാലിലേക്കുള്ള രക്തപ്രവാഹം എന്ന് പറയുമ്പോൾ കാലിന് ഉണ്ടാവുന്ന ഡെഫിഷ്യൻസിയെ സംബന്ധിച്ച് സാർ ഒന്ന് വിശദീകരിക്കാമോ? പെരിഫറൽ ന്യൂറോപ്പതി. ഓക്കെ, താങ്ക് യു. ജേക്കബ് സാർ അല്ലേ? അതെ അതെ. യെസ് യെസ് യെസ്. ഗുഡ് മോർണിംഗ് ജേക്കബ് സാർ. പെരിഫറൽ ന്യൂറോപ്പതി, അതായത് ന്യൂറോപ്പതി എന്ന ടേം അല്ലെങ്കിൽ എന്താണ് ന്യൂറോപ്പതി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ശരീരത്തിലെ നാഡികളുടെ ശേഷി കുറയുക എന്നുള്ളതാണ് ന്യൂറോപ്പതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും ഡയബറ്റീസ് ഉള്ളവർക്കും ഡയബറ്റീസ് ഇല്ലാത്തവർക്കും നമ്മൾ ന്യൂറോപ്പതി വരാം. ഓക്കെ, സോ ന്യൂറോപ്പതി നമുക്ക് ന്യൂറോപ്പതി എന്ന് നമ്മൾ ജനറലി പറയുന്നു. പക്ഷേ ഓട്ടോണമിക് ന്യൂറോപ്പതി, മോട്ടോർ ന്യൂറോപ്പതി, ഇങ്ങനെ ന്യൂറോപ്പതിക്കകത്ത് തന്നെ വകഭേദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ മെയിൻലി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഡികളുടെ ശേഷി കുറയുകയും അല്ലെങ്കിൽ നാഡികൾ പ്രവർത്തനം നിർത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തൊലിയുടെ പുറം ഭാഗങ്ങളിലേക്ക് ഉള്ള നാഡികൾക്ക് ക്ഷതം സംഭവിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് മെയിനായിട്ട് കാലുകളെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് സെൻസേഷൻ ലോസ് ആണ്. നമ്മൾ തൊട്ടാൽ അറിയില്ല, ചൂട്, തണുപ്പ് എന്നിവ അറിയുന്ന ഒരു അവസ്ഥ കുറയുക അല്ലെങ്കിൽ ഒട്ടും അറിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ് പെരിഫറൽ ന്യൂറോപ്പതിക്കകത്ത് സംഭവിക്കുന്നത്. സോ പെരിഫറൽ ന്യൂറോപ്പതി ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് സെൻസേഷൻ ലോസ് സംഭവിക്കുന്നു. ദെൻ അതുപോലെ തന്നെ മറ്റ് അവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു. ദെൻ മുറിവുകൾ ഉണങ്ങാനുള്ള താമസവും ന്യൂറോപ്പതിക്കകത്ത് വരാം. സോ നമുക്കറിയാം ഡയബറ്റീസിൽ എസ്പെഷ്യലി നമുക്ക് വാസ്കുലർ പ്രോബ്ലം, ന്യൂറോപ്പതിക് പ്രശ്നങ്ങളും ഒരുമിച്ച് വരുന്നത് അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ദുസ്സഹമാണ്. മുറിവുകൾ ഉണങ്ങാൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ പറയുന്ന പോലെയുള്ള ന്യൂറോപ്പതിയും അതുപോലെ വാസ്കുലർ പ്രോബ്ലങ്ങളും. ഇത്രയാണ് ന്യൂറോപ്പതിയെ കുറിച്ചിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. താങ്ക് യു സർ. അപ്പം ഇനി അടുത്ത ആരാ എന്ന് വെച്ചാൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ. വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, വാല്യുബിൾ ആയിട്ടുള്ള ആൻസർ. ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ കൂടെ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ന്യൂറോപ്പതി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു മേജർ സിംറ്റം എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. തുടക്കത്തിൽ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് കാലുകൾക്ക് ഉണ്ടാവുന്ന തരിപ്പ്, മരവിപ്പ്, അതുപോലെ തന്നെ നമുക്ക് അവിടെയൊക്കെ നമുക്ക് പിൻ പ്രിക്കിംഗ് പെയിൻ, പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ഒരു സൂചി കുത്തുന്ന പോലെയുള്ള വേദന ഉണ്ടാവുന്ന ഒരു അവസ്ഥ. പിന്നെ സ്റ്റോക്ക് ആൻഡ് ഗ്ലൗ സിൻഡ്രോം, അതായത് നമ്മൾ കൈയിലോ അല്ലെങ്കിൽ കാലിലോ, ന്യൂറോപ്പതി എന്ന് പറയുന്നത് കാലുകൾക്ക് മാത്രമല്ല കൈകളിലും അനുഭവപ്പെടാം. നമ്മൾ ഗ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലേക്കൊക്കെ വളരെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് കാലുകൾ നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു കൃത്യമായിട്ട് നമുക്കൊരു ഉറപ്പില്ലാതെ അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാതെ പ്രതലത്തിലൂടെ നടക്കുന്ന പോലെ, ദെൻ ഐസിന്റെ മേലെയൊക്കെ നടക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇനീഷ്യലി ന്യൂറോപ്പതിയുടെ സിംറ്റംസ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നത്. അതിന്റെ അടുത്ത സ്റ്റേജിലായിരിക്കും നമുക്ക് ഈ പറയുന്ന സെൻസേഷൻ ലോസും മറ്റ് പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവുക. കമാണ് സംസാരിക്കട്ടെ? പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡിന് 22 വർഷമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു. ഈ ബയോട്ടിറിയം ഉപയോഗിച്ച് കഴിഞ്ഞതിന്റെ ശേഷം
ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ 110-ലായി. 110-ലായപ്പം പ്രൈവറ്റ് ഗുളിക ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. എന്നിട്ട് ഞാൻ ഹെൽത്ത് സെന്ററിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഗുളിക കഴിച്ച്. കാരണം ഷുഗർ 400 ഉള്ള ഒരാളായിരുന്നു. 110 ആയപ്പോ ഞാൻ ഗുളികന്റെ സ്ട്രോങ് കുറച്ചിട്ടുള്ള ഗുളിക കൊടുത്ത്. അത് 3 മാസം ആള് കഴിച്ച്. 3 മാസം ഗുളിക കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്യിക്കുമ്പോ ഷുഗർ 110 തന്നെയാണ്. അപ്പൊ ഈ 3 മാസം കൊണ്ടുവന്ന ഗുളിക 1.5 മാസം ഞാൻ കൊടുത്തുള്ളൂ. ഇടവിട്ട് കൊടുക്കും. ഇപ്പൊ അതിന്റെ ശേഷം ഇപ്പൊ ഒരു 11 മാസമായി. ഇതുവരെ ഷുഗർ 110 തന്നെയാണ്. ഈ 11 മാസം ഇപ്പൊ ഷുഗറിന്റെ ഗുളിക കുടിച്ചിട്ട് ഇന്നലെ ആള് ഷുഗർ ചെക്ക് ചെയ്ത് വന്നപ്പോഴും ഷുഗർ 110 ഉള്ളൂ. അപ്പൊ ഈ ഗുളിക കുടിക്കാതെ നിൽക്കുന്നതിനെ കൊണ്ട് ആൾക്ക് ഷുഗറിനെ പറ്റി ഒന്നും കാലിലെ തരിപ്പോ വേദനകളോ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഡോക്ടർ സാർ ഇപ്പൊ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ആൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പ്രശ്നങ്ങളും ഇല്ല. ആളിപ്പോ നല്ല ഹാപ്പിയാണ്. ഷോക്ക് വന്നതാണ് ആൾക്ക്. ഷോക്ക് വന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ബയോട്ടോറിയം ഉപയോഗിച്ചത്. അപ്പൊ ഇപ്പൊ ഷുഗർ 11 മാസം ഷുഗറിന്റെ ഗുളിക കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഷുഗർ ചെക്ക് ചെയ്തപ്പോ നോർമലാണ്. ഇനി ഗുളിക നിർത്തിയതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ? അപ്പൊ സാറിന്റെ ക്ലാസ് എന്തുണ്ടെന്ന് കേട്ടപ്പോ എനിക്ക് ചോദിക്കാൻ തോന്നിയതാണ്. ഓക്കെ മാഡം. അതായത് ഈ 110 എന്ന് പറയുന്നത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെയാണോ? കഴിച്ചിട്ട്. ഭക്ഷണം കഴിച്ചിട്ട് 110 ആണ്. ഈ എല്ലാ പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോഴും ഒറ്റ വാല്യൂ ആണോ കിട്ടുന്നത്? 110 100 അങ്ങനെ. ഭക്ഷണം കഴിച്ചിട്ട് അക്കാര്യം ഉറപ്പാണല്ലോ? കഴിച്ചിട്ട്. ഓക്കെ, വെരി ഗുഡ്. അത് നല്ലൊരു നല്ല കൺട്രോൾ ആണ്. ഭക്ഷണത്തിന് ശേഷം ഒരു 100-നും 140-നും ഇടയിൽ സ്വാഭാവികമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസ് ഇല്ല എന്ന് തന്നെ നമ്മൾ പറയണം. ഓക്കെ, ഭക്ഷണത്തിന് ശേഷം 140-ന് മേലെ നമ്മുടെ ഷുഗർ വാല്യൂ പോയിട്ടില്ല എങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഷുഗർ ഇല്ല എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുക. അപ്പോൾ പക്ഷേ ഇതിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്ട്രോക്ക് വന്ന ആളാണ്, മറ്റൊരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ആളാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ എങ്ങനെയാ ഇപ്പൊ എല്ലാ ദിവസവും ഗുളിക കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇടവിട്ടാണോ കഴിക്കുന്നത്? ഇപ്പൊ ഗുളിക കഴിക്കുന്നില്ല. ഒട്ടും കഴിക്കുന്നില്ല? ഇല്ല, ഒരു 11 മാസമായി ഗുളിക കഴിച്ചിട്ട്. ഒട്ടും കഴിച്ചിട്ടില്ല. അപ്പോഴും 110-ൽ തന്നെ, മീൻസ് 100-നും 140-നും ഇടയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇനി ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഭക്ഷണത്തിന്റെ കാര്യത്തിലും അതുപോലെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. കാര്യം ഇതാണ് യഥാർത്ഥത്തിൽ ഞാനും രമേശ് മാഷും നമ്മൾ വളരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഇതാണ് ഡയബറ്റീസ് റിവേഴ്സൽ എന്ന് പറയുന്ന അവസ്ഥ. ഓക്കെ, നമ്മുടെ കൃത്യമായിട്ടുള്ള ഡയബറ്റീസ് റിവേഴ്സൽ എന്ന് പറയുന്ന അവസ്ഥ ഇതാണ്. നമ്മുടെ മരുന്നുകൾ നമുക്ക് കുറയ്ക്കാം, ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാതിരിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ ഒരു പ്രൂവൺ റിസൾട്ട് ആണ് മാഡം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. സോ ആ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റും കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വളരെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇനിയിപ്പം ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഒരിക്കലും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റെഗുലർ ചെക്കപ്പ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴും നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഷുഗറും PPBS-ഉം രണ്ടും ചെക്ക് ചെയ്യണം. ഓക്കെ, അതല്ല എങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ ഫാസ്റ്റിംഗ് ഷുഗറും PPBS-ഉം ചെക്ക് ചെയ്യാം. അതല്ല കുറച്ചുകൂടെ നമുക്ക് ആക്യുറേറ്റ് എന്ന് പറയുന്നത് 6 മാസത്തിൽ ഒരു തവണ HbA1c ടെസ്റ്റ്. കാര്യം നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് 6 മാസത്തിൽ ഒരു തവണ മതി. അതല്ലെങ്കിൽ സാധാരണ HbA1c-യുടെ റിസൾട്ട് എന്ന് പറയുന്നത് 90 മുതൽ 120 ദിവസം വരെയുള്ള നമ്മുടെ ഷുഗറിന്റെ ആവറേജ് ആണ് HbA1c ടെസ്റ്റിനകത്ത് ലഭിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് HbA1c എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒരു തവണ കൂടി നമുക്ക് പറയാം. കാര്യം നമ്മുടെ ഷുഗറിന്റെ ലെവൽ, മനുഷ്യ ശരീരത്തിൽ ഷുഗറിന്റെ ലെവൽ ഓരോ അരമണിക്കൂർ, എവറി ഹാഫ് ആൻ അവർ ഇറ്റ് വിൽ ചേഞ്ച്. അതിനൊരു അപ്സ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു നേരം ചെക്ക് ചെയ്യുന്ന ഒരു ഷുഗർ കൊണ്ട് മാത്രം നമുക്കില്ല ഇത് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും മരുന്ന് കഴിക്കുന്ന ആൾക്കാർ മരുന്ന് നിർത്താനോ അല്ലെങ്കിൽ അത് കുറക്കാനോ പാടില്ല. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് എന്ന് പറയുന്നത് HbA1c ടെസ്റ്റ് ആണ്. നമുക്ക് നമ്മുടെ 90 മുതൽ 120 ദിവസം വരെയുള്ള ഷുഗറിന്റെ ആവറേജ് ലെവൽ നമുക്ക് കിട്ടും. അപ്പൊ 3 മാസത്തിൽ ഒരു തവണ HbA1c ടെസ്റ്റ് ചെയ്ത് അത് കറക്റ്റ് വാല്യൂവിനകത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അത്യാവശ്യം വല്ലപ്പോഴും മധുരമോ മറ്റൊന്നും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ HbA1c ചെയ്യുക, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, വർഷത്തിൽ ഒരു തവണയെങ്കിലും കണ്ണിന്റെ പരിശോധന നടത്തുക, എല്ലാ ദിവസവും കാല് സ്വയം നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാം. താങ്ക് യു ഡോക്ടർ.
Okay, thank you, sir. Thank you, doctor. Okay, thank you. Radhika Devi, you can unmute. Good Radhika morning, sir. Devi, Good hand morning. raise ചെയ്തിട്ട് ഓക്കെ പറഞ്ഞോ. Good morning. പറയൂ. സർ, യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ബോഡിയിൽ എന്താ സംഭവിക്കുന്നത്, എസ്പെഷ്യലി കാലുകൾക്ക്? അത് എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് കൂടുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, സ്വാഭാവികമായിട്ടും നിലവിൽ യൂറിക് ആസിഡ് കൂടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയുടെ പ്രശ്നമാണ്. ഓക്കെ, നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആസിഡ് സ്വഭാവമുള്ള ഭക്ഷണമാണ് നമ്മൾ കൂടുതലുമായിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് യൂറിക് ആസിഡ് കൂടുമ്പോൾ ഗൗട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ കാലിൻ്റെതാണെങ്കിലും കൈകളിലെ ആണെങ്കിലും ജോയിന്റുകളിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡിപ്പോസിറ്റ് വരികയും അത് ഗൗട്ട്, അതായത് നമുക്ക് ഇവിടെ ശരിക്കും നമ്മൾ യൂറിക് ആസിഡിന്റെ ഈ ഗൗട്ട് ഡിപ്പോസിറ്റിന്റെ ഭാഗത്ത് എപ്പോഴെങ്കിലും ചെറുതായിട്ട് മുറിവ് വരികയോ അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു മുറിവുണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ വെളുത്ത നിറത്തിൽ കൊഴുത്ത രീതിയിലുള്ള ഒരു ദ്രാവകമാണ് ഇതിലേക്ക് പുറത്തേക്ക് വരിക. ആ രീതിയിലാണ് യൂറിക് ആസിഡ് നമ്മുടെ ജോയിന്റുകളിൽ ഡിപ്പോസിറ്റ് ആണ് നമുക്ക് സംഭവിക്കുന്നത്. വളരെ കൂടി ആ ഭാഗങ്ങളിൽ യൂറിക് ആസിഡ് ഡിപ്പോസിറ്റ് വരുന്ന സ്ഥലങ്ങളിൽ റെഡ്നെസ് വരാം, അവിടെ സിവിയർ ആയിട്ടുള്ള പെയിൻ വരാം. ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. നോർമലി നമ്മൾ ബ്ലഡിലെ യൂറിക് ആസിഡിന്റെ അളവ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 7ന്റെ ഒക്കെ ചില ആൾക്കാർക്ക് ഒരു 4ന്റെ ഒക്കെ മേലെ പോയി കഴിഞ്ഞാൽ തന്നെ വേദനയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവാം. എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണങ്ങളിൽ റെഡ് മീറ്റ്, അതുപോലെ തന്നെ ചില അതായത് ക്യാബേജ് വിഭാഗത്തിൽപ്പെടുന്ന കോളിഫ്ലവർ, ക്യാബേജ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഈവൻ ചിലവർക്ക് തക്കാളി തന്നെ പ്രശ്നങ്ങളായിട്ട് വരാം. അപ്പൊ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മളിപ്പം ഒരു അളവിന്റെ മേലെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ മരുന്ന് കഴിക്കേണ്ടതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് യൂറിക് ആസിഡ് കുറയ്ക്കണം. അതുപോലെ തന്നെ ഈ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കണം. രാധിക മാഡം, മനസ്സിലായോ? യെസ് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഹലോ സാറേ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്, പറയൂ. പിന്നെ സാറേ, എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്നാമത്, നമുക്ക് ഈ പാരമ്പര്യമായിട്ട് ഈ ഡയബറ്റിക് പേഷ്യന്റ് ആ കുടുംബങ്ങളിൽ ഉണ്ടാകാറുണ്ടോ? അതൊന്ന്. രണ്ടാമത്, ഈ കാർഷിക വിളകൾ അതായത് ചീനി, ചേന, കാച്ചിൽ ഒക്കെ കഴിക്കുമ്പോൾ ഷുഗർ ഉണ്ടാകുമെന്ന് പറയുന്നതും അതിനകത്തും എന്ത് വസ്തുതയുള്ളതെന്ന് എനിക്കൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തന്നെ സാറേ. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ചോദ്യം, പാരമ്പര്യമായിട്ട് ഷുഗർ ഉണ്ടാവാമോ? നമുക്ക് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. നമ്മൾ ഏഷ്യ വൻകരയിൽ ജനിച്ച ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ബൈ ബർത്ത് നമുക്ക് 30% ചാൻസ് വന്നു കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഷുഗർ, അതായത് ഇപ്പം നമ്മുടെ കറക്റ്റ് നെക്സ്റ്റ് നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കോ ഷുഗർ വേണമെന്നില്ല, നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് വരാം. ഒറ്റ ആൻസർ ഇത്രേ ഉള്ളൂ, പാരമ്പര്യമായി ഷുഗർ ഉള്ളവർക്ക് എല്ലാവർക്കും ഷുഗർ വരാം, വരാതിരിക്കാം. പാരമ്പര്യമായിട്ട് ഷുഗർ ഇല്ലെങ്കിലും വരാം, വരാതിരിക്കാം. ഇതാണ് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ പാരമ്പര്യമായിട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഷുഗർ എന്ന് വരാൻ ചാൻസ് നമ്മൾ എത്രയാ പറയാ, 60% ചാൻസ് നമുക്കുണ്ട്. ഡെഫിനറ്റ്ലി ചില സമയം ഒട്ടും ഷുഗർ ഇല്ലാതെയും ഇരിക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചേമ്പ്, ചീനി, കാച്ചിൽ എന്ന് പറയുന്ന സാധനങ്ങൾ. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കഴിച്ചാൽ ഷുഗർ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നതല്ല പ്രശ്നം. എവിടെയാണ് പ്രശ്നം? മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പണിയെടുക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു കോൺട്രഡിക്ടറി എന്താണെന്ന് വെച്ചാൽ, മലയോര മേഖലയിലുള്ള ആൾക്കാർ അവർ അധ്വാനിക്കുന്നുണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ മലയോര മേഖലയിലും ഷുഗർ വളരെ നന്നായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണം, സാറ് പറയുന്നു ഭക്ഷണം കഴിക്കണം, അധ്വാനിക്കണം. സോ ഈ പറയുന്ന മലയോര മേഖല എന്ന് പറഞ്ഞാൽ കൃഷി ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോ നമ്മളെക്കാൾ കൂടുതൽ നടക്കുകയും മറ്റുള്ളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഷുഗർ വരുന്നു? അങ്ങനെയാണെങ്കിൽ അവർക്ക് ഷുഗർ വരാൻ പാടില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെയുള്ള കുഴപ്പം എവിടെയാന്ന് വെച്ചാൽ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, നിങ്ങൾ കപ്പ കഴിക്കുന്നു, കപ്പയുടെ കൂടെ ഒരുപാട് ചോറും കഴിക്കുന്നു, അവിടെ പ്രശ്നമാണ്.
ഓക്കെ. രണ്ടാമത് ചേമ്പ്, കാച്ചില് ഇതുപോലുള്ള സാധനങ്ങൾ. സോ ഇത്തരം സാധനങ്ങൾ ഒരിക്കലും എവിടെയും ഇത് കഴിച്ചത് കൊണ്ട് ഡയബറ്റീസ് വരുന്നു എന്നുള്ള കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഒരു ബുക്കിലും പറഞ്ഞിട്ടില്ല. ഓക്കെ. പിന്നെ ചില നമ്മളിപ്പം ആസ് പെർ അലോപ്പതി അല്ലെങ്കിൽ മറ്റ് ചില ശാസ്ത്ര ശാഖകൾ, ചികിത്സാ രീതികൾ വഴി ചിലപ്പോൾ മണ്ണിനടിയിലുള്ള ഒരു സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ടാവും. പക്ഷേ മോഡേൺ മെഡിസിൻ പറയുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഡയബറ്റീസ് വരാതെയും നിലവിലുള്ള ഡയബറ്റീസിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ സാർ മനസ്സിലായി. ഓക്കെ. താങ്ക് യു ഡോക്ടർ. സാർ ഭാസ്കരൻ സാർ പറഞ്ഞോളൂ. ഭാസ്കരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഭാസ്കരൻ സാർ വരൂ, അൺമ്യൂട്ട് ചെയ്തോളൂ. സർ, ഞാൻ ഭാസ്കരൻ പറയുകയാണ്. പറയൂ. ഞാൻ ഈ ഒരു രോഗിക്ക് കൊടുത്തിരുന്നു, ഈ ഇൻവെർട്ടോറിയം കൊടുത്തിരുന്നു. ഓക്കെ. മടമ്പിനടിയിൽ വേദന, കാലിന്റെ മടമ്പിനടി. അതെന്തുകൊണ്ടാണെന്നുള്ളത് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഓക്കെ. മടമ്പിന്റെ വേദന നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ നടക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദനയാണോ, അതല്ല എങ്കിൽ സോ ഓക്കെ, ഇത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതിനെ ഞാൻ ഒന്നുകൂടെ ജനറലൈസ് ചെയ്ത് പറയാം. നമുക്കിന്ന് റീസെന്റ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് നമ്മൾ മടമ്പിന്റെ വേദന അല്ലെങ്കിൽ കാലിന്റെ ഉപ്പൂറ്റി വേദന എന്ന് പറയുന്ന ഒരു പ്രശ്നം. ഓക്കെ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ അപൂർവമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കേസാണ്. പക്ഷെ ഇന്ന് നമുക്കിപ്പോ ഒരു OP വരുന്ന ഒരു 10 പേര് വരുന്ന ഒരു OPക്കകത്ത് മിനിമം 2-3 പേരെങ്കിലും ഈ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. മെയിൻലി ഇതിന് 2 കാരണമാണ്. ഒന്ന് നമ്മൾ പറയും പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് നമ്മുടെ കാലിന്റെ അടിഭാഗം എന്ന് പറയുന്നത് പറയാം വളരെ തിക്കായിട്ടുള്ള സ്കിന്നാണ്. കാലിന്റെ അടിഭാഗത്തുള്ള ആ സ്കിന്ന് നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെയും കാണില്ല. ഓക്കെ, അപ്പൊ ഇത് ഒരു 4 ലെയറുകളായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ചില ആളുകളുടെ കാലിന്റെ അടിഭാഗം എന്ന് പറയുന്നത് ഈ ലെയറുകൾക്ക് വളരെയധികം കട്ടി കുറവായിരിക്കാം. കട്ടി കുറവാകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലൊക്കെ ശരിക്കും പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥ ചില ആൾക്കാർക്ക് കാണാം. സോ നമ്മുടെ ഈ കാലിന്റെ അടിഭാഗത്തുള്ള ഈ ഫാറ്റ് പാഡ് തിക്നെസ് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് നിലത്ത് വെക്കുന്ന സമയത്ത് സാധാരണയുള്ള ആൾക്കാർ, തിക്നെസ് ഉള്ള അത്രയും ആൾക്കാരുടെ പ്രഷർ നമുക്ക് നമ്മുടെ കാലുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുകയും അത്തരത്തിൽ വേദന വരാം. പിന്നൊന്ന് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത് ഈ ലെയറുകളുടെ ഇടയിൽ നീര് വന്ന് നിറഞ്ഞ് നീർക്കെട്ടുണ്ടാവുന്ന രീതിയിലുള്ള വേദനയാണ്. മറ്റൊന്നുള്ളതാണ് നമുക്ക് കൽക്കേനിയൽ സ്പർ എന്ന് പറയുന്ന അവസ്ഥ. നമ്മുടെ കാലിന്റെ മടമ്പ് ഭാഗത്തുള്ള എല്ലിൽ മുന്നിലേക്കോ പിന്നിലേക്കോ ഒരു ചെറിയൊരു എല്ല് വളരുന്നത് പോലെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇത് ഒരു ടൈപ്പ് ഓഫ് കാൽഷ്യം ഡിപ്പോസിറ്റ് ആണ്. എല്ലെന്ന് അങ്ങനെ അല്ലാതെ എല്ല് മുളച്ചു വരുന്നതല്ല. അപ്പൊ ഈ മുള നമ്മുടെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കാലിൽ നിലത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ മാംസത്തിലേക്ക് തുളച്ച് കയറുകയും അപ്പൊ വേദന തുടങ്ങുകയും ചെയ്യും. നമ്മൾ നടന്ന് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേദന കുറയാം. ചില ആൾക്കാരുടെ നേരെ മറിച്ച് നടക്കുന്നതോടുകൂടി വേദന കൂടാം. വേദന നടക്കുന്നതോട് കൂടുകയാണെങ്കിൽ അതിന് കാരണം മറ്റു പലതാണ്. പക്ഷെ നടക്കുന്ന സമയത്ത് വേദന ഇത്തിരി കുറയുകയും പിന്നീട് നമ്മൾ പരിധിയിൽ കൂടുതൽ സമയം ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ നിൽക്കുന്ന സമയത്ത് മാത്രമേ വേദന ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വേദന ഏത് രീതിയിലാണെന്ന് നമ്മൾ കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കി എക്സ്റേ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് കാരണം എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനനുസരിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാം. പിന്നെ വളരെ അപൂർവം എന്ന് പറയുന്നത് സർജറിയിലോട്ട് പോവാറുണ്ട്. പക്ഷേ ആ സർജറി എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് റിസ്കി സർജറിയാണ്. നമ്മൾ പേഷ്യന്റ് ഒരു കാരണവശാലും കാല് നിലത്ത് വെക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ മാത്രമേ നമ്മൾ സർജറിയിലോട്ട് പോവാറുള്ളൂ. താങ്ക് യു ഡോക്ടർ. നമ്മുടെ ബാബുരാജ് സാർ ഹാൻഡ് റൈസ് ചെയ്യുന്നു. ബാബുരാജ് സാർ പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാറേ, ഞാൻ ഇന്നലെ പഴയങ്ങാടി വെച്ച് സാറിനെ കണ്ടിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ ന്യൂറോപ്പതിയെ സംബന്ധിച്ചാണ്. ഈ വെരിക്കോസ് വെയിൻ വന്നതിന് ശേഷം കാലിലുണ്ടാകുന്ന ഈ കറുപ്പ് കളർ, അത് സെൻസേഷൻ പ്രശ്നമൊന്നുമില്ല. അത് കിട്ടുന്നില്ല. സാധാരണ അധികം ആൾക്കാർക്ക് അത് കാണുന്നുണ്ട്. ചോദ്യം എന്താണ്? അത് ഈ കറുപ്പ് കളർ വരാൻ കാരണം അത് എങ്ങനെ മാറി കിട്ടും? വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കറിയാം. അതായത് നമ്മുടെ കാലിന്റെ അശുദ്ധ രക്തം ഓടുന്ന രക്തക്കൊള്ളികളിൽ വരുന്ന വാൽവുകളുടെ തകരാറ് കൊണ്ടാണ് നമുക്ക് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന അസുഖം വരുന്നത്. അവിടെ
ദീർഘകാലമായിട്ട് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാതെ അവിടെ രക്തം കട്ടകെട്ടി കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു ഇത് വരുന്ന നമുക്ക് രക്തം തിരിച്ച് ഹാർട്ടിലേക്ക് പോവാതെ അവിടെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മുടെ വെയിൻസ് കംപ്ലീറ്റ്ലി ബൾജായി വളരെ എന്താ പറയാ കാണാൻ തന്നെ മോശമായി നിൽക്കുന്ന ഒരു അവസ്ഥ. അതല്ല എങ്കിൽ അത് പൊട്ടി വ്രണമായി വരുന്ന അവസ്ഥ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ വെരിക്കോസ് വെയിൻ വരുന്ന ആൾക്കാരിൽ കാപ്പിലറി ഫ്ലോ കുറഞ്ഞിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നേരിയ രക്തക്കുഴലുകളായ ലോമികകൾ എന്ന് നമ്മൾ വിളിക്കുന്ന കാപ്പിലറീസിന്റെ ഫ്ലോ വളരെയധികം കുറവായിരിക്കും. ആ കുറയുന്നതുകൊണ്ടാണ് നമുക്ക് ഈ തൊലിപ്പുറത്ത് വരുന്ന കറുപ്പ് സംഭവിക്കുന്നത്, കറുപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, ചില ക്രീംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അത് കറുപ്പിനെ മാറ്റിയെടുക്കാം. പൂർണ്ണമായിട്ടും അല്ല, അതിന് കുറച്ചെടുക്കാനായിട്ടുള്ള വഴികളുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ചില നമുക്ക് സ്റ്റിറോയിഡ്സുകളൊക്കെ അടങ്ങിയ ക്രീമുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ കറുപ്പ് കുറച്ചെടുക്കാം, കുഴപ്പമില്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ സാറാ. നമ്മുടെ ബയോട്ടോറിയത്തിന്റെ വെള്ളം ഉപയോഗിച്ച് തന്നെ കുറെ കളർ മാറുന്നുണ്ട് അതിന്റെ. ഓക്കെ, നല്ല കാര്യം, ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ, നമുക്കറിയാം കാര്യം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? കാര്യം നമ്മൾ ഈ ബയോട്ടോറിയത്തിൽ നമുക്ക് മാഗ്നറ്റൈസ്ഡ് വാട്ടേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷനിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ആ സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ കറുപ്പ് മാറുന്നത്. ക്ലിയർ അല്ലേ? അതെ അതെ, ഞാൻ വെരിക്കോസ് വെയിൻ വന്നിട്ട് വൈഫിന്റെ പ്രശ്നമാണ്. 3 മാസത്തോളം പിന്നെ ഞാൻ വീൽ ചെയറിൽ നടന്നിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് റിസൾട്ട് കിട്ടിയത്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, കാര്യം നമുക്കറിയാം നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത് തന്നെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് സപ്ലൈ കൂടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് വൺ. താങ്ക് യു ഡോക്ടർ. സ്കറിയ ഹാൻഡ് റൈസ് ചെയ്തു. ഭാസ്കരൻ സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഭാസ്കരൻ സാർ പ്ലീസ് മ്യൂട്ട് യുവർ മൈക്ക്, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഭാസ്കരൻ സാർ എന്നിട്ട് എസ് കറിയ അവര് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. എസ് കറിയ ഒന്ന് പിന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഭാസ്കരൻ സാർ പ്ലീസ് മ്യൂട്ട് യുവർ മൈക്ക്. ഗുഡ് മോർണിംഗ് സാർ. കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അത് പേഴ്സണൽ ആണ്. അതായത് ഡോക്ടറുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിന് ശേഷം എന്റെ കാലുകൾക്ക് ക്ഷതം വരുന്ന കാര്യങ്ങൾക്ക് ഞാൻ വളരെ ശ്രദ്ധാലുവായി മാറി. ഞാനൊരു ഡയബറ്റിക് ആണ്. ഞാൻ എന്റെ കാലുകളെ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കും, ഒരു ഡാമേജ് വരാതെ ശ്രദ്ധിക്കുന്ന ഒരു കോൺഷ്യസിലേക്ക് വന്നു. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, ചില മരുന്നുകൾ കഴിച്ചാൽ ഡയബറ്റിക് ഉണ്ടാകും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അത് ഏത് മരുന്നുകളൊക്കെ കഴിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്? ശരിയാ, ചോദ്യം കഴിഞ്ഞല്ലോ അല്ലെ? ഓക്കെ, നമുക്ക് മരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. നമുക്ക് പ്രധാനമായിട്ടും ആസ് പെർ മോഡേൺ മെഡിസിൻ നമ്മൾ 4 രീതിയിലുള്ള പ്രമേഹമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. 4ാമത് വരുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അപൂർവ മരുന്നുകളുടെ ഉപയോഗം വഴി ഉണ്ടാവുന്ന പ്രമേഹമാണ്. അതായത് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, നമ്മൾ ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ചർമ്മ രോഗങ്ങളുമായിട്ട് സംബന്ധിച്ചിട്ടാണ്. അല്ലാതെ ഇന്റേണലി നമ്മൾ അത്യാവശ്യം നമുക്ക് ശരീരത്തിന്റെ ചില പ്രവർത്തനങ്ങൾ കൂട്ടാനായിട്ടും മറ്റും സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കാറുണ്ട്. സ്റ്റിറോയിഡ്സ് വിഭാഗത്തിൽപ്പെട്ട ചില മരുന്നുകളും അതുപോലെ അമിതമായ പെയിൻ കില്ലേഴ്സും, വേദന സംഹാരികൾ അമിതമായി ഉപയോഗിക്കുന്നതും പ്രമേഹം വരാനായിട്ടുള്ള കാരണമായിട്ട് വരും. പിന്നെ നമുക്ക് മുൻപേ ന്യൂ ജനറേഷൻ ആന്റിബയോട്ടിക്കുകളല്ല, പഴയ ജനറേഷൻ ചില ആന്റിബയോട്ടിക്കുകളുടെ തുടർച്ചയായ ഉപയോഗവും ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ മിക്കവാറും നിലവിലത്തെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ നമ്മൾ റീനൽ സേഫ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ പഴയ ചില ജനറേഷനിൽപ്പെട്ട മരുന്നുകളായിരുന്നു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. താങ്ക് യു ഡോക്ടർ. ഞാൻ ആദ്യം ഉള്ളവരെ ഞാൻ വിളിക്കാം കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്തത് സ്കറിയ എന്ന് പറഞ്ഞ ആൾ സംസാരിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് അജിത. ഓക്കെ, കം ഓൺ.
ഓക്കെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് പറയൂ. സാർ, അത് എന്റെ ഹസ്ബൻഡിനെ ഈ വോളിബോൾ കളിക്കുന്ന സമയത്ത് കാല് കൂട്ടി അടിച്ച് പോയതായിരുന്നു. ആ സമയത്ത് ചിരട്ട നീങ്ങിപ്പോയി. ഇപ്പൊ കാല് വളഞ്ഞ് വരുന്നുണ്ട്. ഇപ്പൊ എന്താണ് സാറേ ഇപ്പൊ? ആ സമയത്ത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് ഇത് ചെയ്തതായിരുന്നു, പ്ലാസ്റ്റർ ഇട്ടതായിരുന്നു. അപ്പൊ ആ സമയത്ത് പ്ലാസ്റ്റർ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ദിവസം BP കൂടിയോന്ന് അറിയില്ല, ഓർമ്മയില്ലാതെ വീണുപോയി. അങ്ങനെ പ്ലാസ്റ്റർ പൊട്ടിപ്പോയി, ഉള്ളിന്ന് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. പ്ലാസ്റ്റർ നീക്കം ചെയ്ത ശേഷം പിന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ ഹസ്ബൻഡ് ഡോക്ടർക്ക് പോകാൻ പറഞ്ഞാലൊന്നും ഡോക്ടർക്ക് പോവില്ല. ഓക്കെ, ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാല് നമുക്ക് കാലുകൾക്ക് ഉണ്ടാവുന്ന ഡീപ്പ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, എസ്പെഷ്യലി നമ്മുടെ ലിഗ്മെന്റ് ഇഞ്ചുറീസ്, അതായത് ലിഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളെ മസിലുകളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു റബ്ബർ ബാൻഡ് പോലെയുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് ലിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ ലിഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺ ടു ബോൺ, എല്ലുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, ജോയിന്റുകളിൽ ബന്ധിപ്പിക്കുന്ന ടിഷ്യൂസ് ആണ് ലിഗ്മെന്റ്സ്. ഈ ലിഗ്മെന്റ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഇഞ്ചുറി പറ്റിയ സമയം തന്നെ അതിന് വേണ്ടി വരുന്ന പൂർണ്ണമായിട്ടുള്ള ചികിത്സയും നമ്മൾ ചെയ്യണം. അത്തരം ആ രീതിയിൽ ചികിത്സ ചെയ്തില്ല എങ്കിൽ പിന്നീട് അത് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഈ ലിഗ്മെന്റ് ഒരു പ്രത്യേകതരം ടിഷ്യൂസ് ആണ് ഈ ലിഗ്മെന്റ്സ് എന്ന് പറയുന്നത്, ടെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്വാഭാവിക കോശങ്ങളെ പോലെ അല്ല. സോ അത്തരം കോശങ്ങളിൽ നീർക്കെട്ടോ അതുപോലുള്ള സംഗതികളോ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ നിങ്ങളുടെ ഈ ചിരട്ട തെറ്റിപ്പോയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെ ലിഗ്മെന്റ് ഫ്രാക്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ആ സമയത്ത് കറക്റ്റ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പിന്നീട് വിഷമങ്ങൾ ഉണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഓർത്തോപെഡീഷ്യനെ, ഒരു എല്ല് രോഗ വിദഗ്ധനെ കണ്ടിട്ട് നമുക്ക് എന്താണ് നിലവിലത്തെ പ്രശ്നം, അത് എന്താണ് അതിന് പരിഹാരം എന്നുള്ളത് കണ്ടെത്തലാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഇതിനുള്ള പരിഹാരം. പറയൂ. ഇങ്ങനെ അതായത് വെയിറ്റ് ഒക്കെ എടുക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ വെയിറ്റ് ഒന്നും എടുക്കാൻ കഴിയില്ല. അത് എടുത്തു കഴിഞ്ഞ് ഞാൻ കാല് നീര് വെക്കുക. അതെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ അത് നമ്മൾ ചികിത്സിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഭാവിയിൽ പിന്നീട് അതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. നാളെ നിർബന്ധമായിട്ടും ഒരു ഓർത്തോപെഡീഷ്യനെ കാണുക. അദ്ദേഹമാണ് ഈ പ്രശ്നം ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഡോക്ടർ. പിന്നെ ഉഷ രാജു പ്ലീസ്. മാം പേഴ്സൺ ഇവിടെ ചാറ്റ് ചെയ്തിരുന്നു, മാമിന് പള്ളിയിൽ പോകണം, തിരക്കുണ്ടത്. മാം പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു ലീന മാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാൻ പത്തനാപുരം ഡോക്ടർ രാജുവിന്റെ വൈഫ് ഉഷ രാജു. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ ഇടത്തെ കാലിന് ഭയങ്കര വേദനയാണ്. നമ്മുടെ കൊച്ചു വിരല് വെച്ച് തൊട്ടാല് എത്രയും കാണുമോ അത്രയും സ്പോട്ടില് ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്. അത് എന്നെ ഭയങ്കരമായിട്ട് എന്നെ ബോദർ ചെയ്യുന്നു. ഞാൻ ഹൈ ചെയർ ഒക്കെ ഇട്ടാണ് കിച്ചണിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് അതിനൊരു 50 to 60% കുറവുണ്ട്. എനിക്ക് പള്ളിയിലൊക്കെ ചെന്ന് നിന്നാല് ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര വേദനയാണ്. അപ്പൊ ഞാൻ കുറെ നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങിരിക്കും. ഇപ്പോഴും എനിക്ക് ആ വേദനയുണ്ട്. അപ്പം ഞാൻ എന്റെ കസിൻസ് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഡീപ് വെയിൻ ത്രോംബോസിസ് ആയിരിക്കും എന്ന് പറയുന്നു. ഞാൻ വെരിക്കോസ് വെയിൻ ടെസ്റ്റ് എടുത്തു, പിന്നെ ആർട്ടറിയുടെ ടെസ്റ്റ് എടുത്തു. അതൊക്കെ 2% ഉള്ളൂ. അപ്പം ഞാൻ ഡോക്ടറെ ഒന്ന് കാണുമ്പം ഇതൊന്ന് ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഡോക്ടർ ലൈവിൽ വന്നപ്പം ഒരു ദിവസം മുമ്പേ ചോദിച്ചാൽ അത്രയും എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്നും കണ്ടാ ഇപ്പൊ ചോദിക്കുന്നത്. താങ്ക് യു. അതിനെന്തോ ഡോക്ടർ റെമഡി? കാലിന്റെ 5th ടോ, 5ാമത്തെ വിരലിലാണോ മാഡത്തിന് വേദന എന്ന് പറഞ്ഞത്? വിരലിനല്ല, എന്റെ തൊടയില്. അതെ. ഓക്കെ. അവിടെ എന്താണ് നിറവ്യത്യാസം വല്ലതുണ്ടോ? ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കൊച്ചു വിരല്, കൈയുടെ കൊച്ചു വിരല് നമ്മൾ തൊട്ടാല് എത്ര സ്പോട്ടില് ഉണ്ടോ അത്രയും സ്പോട്ടില് ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്. പക്ഷെ താഴോട്ടൊന്നും കളറില്ല. മറ്റു കളറുകൾ ആ ഒരു സ്പോട്ടിൽ മാത്രമാണ് വേദന. അതെ, ആ സ്പോട്ടിൽ നമ്മൾ നല്ല വേദന ഉള്ളപ്പം അമ്മയ്ക്ക് നന്നായി പ്രസ് ചെയ്യുമ്പം ആ വേദനയ്ക്ക് കുറവുണ്ട്. തൊടയുടെ സൈഡ് ഏത് വശത്താണ്? അതായത് നമ്മുടെ തൊടയുടെ ഉൾഭാഗത്താണ്, പുറം ഭാഗത്താണ്? പുറം ഭാഗത്താണ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് അവിടെ ഈ വേദന നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ച്വലി അത് ഈ വേദന അങ്ങോട്ടോ ഇങ്ങോട്ടോ മീൻസ് മേളിലേക്കോ താഴേക്കോ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്പോട്ടിൽ തന്നെയാണോ നിൽക്കുന്നത്? ആ സ്പോട്ടിൽ തന്നെ. ഓക്കെ.
സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിന് ശേഷം ആർട്ടീരിയൽ ടെസ്റ്റ് എടുത്തു, ദെൻ വീനസ് ഡോപ്ലർ എടുത്തു, എല്ലാം ചെയ്തു കഴിഞ്ഞു. അതെ. ഓക്കെ, ഫൈൻ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ സ്കിന്നിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ മസിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ് നമ്മളിവിടെ ഡൗട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ വേദന അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകുന്നില്ല എങ്കിൽ 100% ഷുവർ ആണ് നിങ്ങൾക്ക് ഞരമ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, മുൻപ് എവിടെയെങ്കിലും നിങ്ങൾക്ക് അവിടെ പിന്നെ നമുക്ക് അവിടെ വരുന്ന ചില മസിൽ സ്പാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ചില ബ്രൂയിസ് ചതവുകളോ കാര്യങ്ങളോ ആണ് നമുക്ക് ഡൗട്ട് ചെയ്യാനുള്ളത്. അപ്പൊ അത് എന്ത് തന്നെയാണെങ്കിലും സ്വാഭാവികമായിട്ട് നമുക്ക് അതൊരു നേരിട്ടുള്ള പരിശോധനയാണ് അതിൽ ആവശ്യം. അല്ലെങ്കിൽ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ആ ഭാഗത്തുള്ള ഒരു അൾട്രാസൗണ്ട് പരിശോധനയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഓക്കെ, സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് ഇൻ കേസ് നമ്മളിതിപ്പോ നിങ്ങൾ എന്താണ് വാസ്കുലർ ഡിപ്പാർട്ട്മെന്റ് കണ്ടു, പിന്നെ ഏത് ഡോക്ടറെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? ട്രിവാൻഡ്രത്തെ പിന്നെ ഫോർട്ടിലെ ഡോക്ടർ ആയിരുന്നു പുള്ളിയുടെ ഡോക്ടർ വേണുഗോപാൽ, ഓർക്കുന്നു ഡോക്ടർ പേര്, 2-3 വർഷം മുമ്പാ കണ്ടത്. ഫൈൻ, ഓക്കെ. നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഈ കാലുകൾക്ക് മാത്രമല്ല നമ്മുടെ വിഭാഗത്തിൽ പെടുന്ന ഒരു പൊഡയാട്രി സൈഡിൽ വരുന്ന ഡോക്ടറുണ്ട്, ഡോക്ടർ വൈശാഖ് വർമ്മ, ട്രിവാൻഡ്രത്താണ്. അദ്ദേഹത്തെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഈ കാലുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരാളായതുകൊണ്ട് അപ്പൊ അദ്ദേഹത്തെ കണ്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് എന്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഫൈൻ. താങ്ക് യു ഡോക്ടർ. അരുണ മാം വന്ന് സംസാരിച്ചോളൂ. അരുണ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറയൂ. എന്റെ പേര് അരുണ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമ്മള് ഈ സാധാരണ കുട്ടികള് ഒരു പ്രായം വരുമ്പോഴാണ് ഇങ്ങനെ അസ്ഥികള് വളരുക എന്ന് കേട്ടിട്ടുള്ളത്. പക്ഷെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ ഈ അസ്ഥി വളരാനായിട്ടുള്ള പ്രധാനപ്പെട്ട അതിന്റെ റീസൺ എന്താണ്? അസ്ഥി വളരുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ശരീരത്തിന്റെ മൊത്തം അവസ്ഥയാണോ, അതല്ല നിങ്ങൾ ഏതെങ്കിലും ചില കാലുകളില് ഞാൻ പ്രോഡക്റ്റ് കൊടുത്ത 2 പേർക്ക് അങ്ങനെ ഒരു ഇത് പറഞ്ഞു. ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു അസ്ഥി വളരുന്നതാന്ന് പറഞ്ഞു. അതാണ് നല്ല പെയിൻ വരുന്നത്. അപ്പൊ ഈ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു 60 വയസ്സ് ആളുകളിൽ ഈ അസ്ഥി വളരാനായിട്ട് അങ്ങനെ ഒരു വരാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ മാഡം, നിങ്ങൾ ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഏജ്, ബോഡി ഏജും ബോൺ ഏജും വ്യത്യാസമുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു 21 വയസ്സ് 20 അല്ല ഒരു 18 വയസ്സ് പ്രായമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ എല്ലുകൾ ബോൺ ഏജ് എന്ന് പറയുന്നതിനേക്കാൾ കുറവാണ്. ഓക്കെ, നമ്മൾ സ്വാഭാവികമായിട്ടും ചില ആൾക്കാര് ഈ ഡ്വാർഫിസം, അതായത് വേണ്ടത്ര ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർ വരുന്ന സമയത്താണ് നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ആ പ്രത്യേകം ശ്രദ്ധ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് അവരുടെ എന്തുകൊണ്ട് ഇനി ഇവർ കൂടുതലായിട്ട് വളരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കൈയുടെ എക്സ്റേ എടുത്തിട്ട് നമ്മൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, ആ സമയത്ത് ആ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ബോൺ ഏജ് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ജനറലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോൺ ഏജ് ഡിഫറെന്റ് ആണ്, ആക്ച്വൽ ഏജ് ഡിഫറെന്റ് ആണ്. ബോൺ ഏജ് കുറവാണ്, അതായത് 18 വയസ്സുള്ള ഒരാൾക്ക് നിങ്ങളുടെ ബോൺ ഏജ് എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ 3 വയസ്സ് കുറവാണ്. ഓക്കെ, അതാണ് ഒരു കാര്യം. അടുത്ത വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാലുകളിലേക്കുള്ള പ്രശ്നം. ഈ കാലിന്റെ അസ്ഥി വളരുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൽക്കേനിയൽ സ്പർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് നമ്മള് സാധാരണക്കാരന് മനസ്സിലാവാൻ അസ്ഥി വളരുന്നതാണെന്നാണ് പറയാ, പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ആക്ച്വൽ ബോൺ അല്ല, അതൊരു കാൽഷ്യം ഡിപ്പോസിറ്റ് ആണ്. ഇതാണ് അതിന്റെ കാര്യം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അത് അവർക്കൊരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. താങ്ക് യു ഡോക്ടർ. ഷാജി റസാഖ് സാർ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഷാജി റസാഖ് സാർ പറഞ്ഞോളൂ. ഞാൻ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. കേൾക്കുന്നില്ലേ ഡോക്ടർ? ഡോക്ടർ, എന്റെ ഒരു ഫ്രണ്ടിന്റെ കേൾക്കുന്നില്ലേ പറയുന്നത്? ഡോക്ടർ, എന്റെ ഒരു ഫ്രണ്ടിന്റെ സുഹൃത്തിനെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ ഒരു ഫ്രണ്ടിട്ടാണ് അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത്. അദ്ദേഹം പരിചയപ്പെട്ടപ്പോ അദ്ദേഹം പാർക്കിൻസൺ പോലെ വല്ലാത്ത വേറെയും കാര്യങ്ങളായിരുന്നു. അപ്പൊ തലയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാകും, ഹോൾ ബോഡി അങ്ങനെ വരച്ചോണ്ടിരിക്കും. പക്ഷെ ഞാൻ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചത് പാർക്കിൻസൺ ആണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചോദിച്ചപ്പോ പാർക്കിൻസൺ അല്ല, ടിക്സ് എന്ന് പറഞ്ഞ എന്തോ ഒരു അസുഖമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മളത് എങ്ങനെയാണ് സൊല്യൂഷൻ? നമ്മുടെ ഈ ബട്ടറും പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം നമുക്കത് ബെനിഫിറ്റ് ചെയ്യും എന്നാണ് എനിക്കറിയേണ്ടത്.
ഓക്കെ, ഇത് റിലേറ്റഡ് ടു ന്യൂറോളജി ആണ്. നമ്മൾ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമാണ്. എസ്പെഷ്യലി ഈ ബയോട്ടോറിയം പ്രോഡക്ട്സ്, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ബയോട്ടോറിയം കുടുംബത്തിലേക്ക് വന്നിട്ട് വളരെ ചെറിയ സമയം ആയിട്ടുള്ളൂ. പക്ഷെ എന്നാൽ കൂടെ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ബയോട്ടോറിയം പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ആണ് ഇംപ്രൂവ് ചെയ്യുന്നത്. അത്തരത്തിൽ ഇദ്ദേഹത്തിന് ഒരു മാറ്റം നമുക്ക് ഉണ്ടാവാം. ഓക്കെ, ചാൻസസ് ഉണ്ട്. പക്ഷെ എന്താണ് അസുഖം എന്ന് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഒരു കൃത്യമായിട്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അദ്ദേഹം എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്താണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം വേണം നമുക്കത് ട്രീറ്റ് ചെയ്യാനായിട്ട്. വിറയൽ പല കാരണങ്ങളും കൊണ്ടുണ്ടാവാം, പാർക്കിൻസൺസ് കൊണ്ട് മാത്രമല്ല. കേൾക്കുന്നില്ലേ? ഓക്കെ, കേൾക്കാം. പറഞ്ഞോളൂ. എനിക്ക് 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. പിന്നെ ഒന്ന്, വെയിൽ കൊള്ളുമ്പോ ശരീരത്തിലെ തൊലി കറുപ്പ് കളറായി പോവാൻ എന്താണ് കാരണം ഡോക്ടറെ? തൊലി കറുപ്പായി വെയിൽ കൊള്ളുന്ന സമയത്ത് തൊലി കറുത്തു പോവാ. പിന്നെ അടുത്ത ചോദ്യം, നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ എല്ല് ഇല്ലേ, വായ തുറക്കുമ്പോഴുള്ള എല്ല്, ആ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ ഒരു വേദന, അതെന്റെ ഹസ്ബൻഡിനാണ്. അപ്പൊ ആ വേദന വരാൻ എന്താണ് കാരണം? ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, അപ്പൊ ഇങ്ങനെ കടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഭയങ്കര വേദന വരുന്നു, അതെന്താണ് കാരണം? ഈ 2 അസുഖങ്ങളെ കാരണം ഒന്ന് സാറ് പറഞ്ഞു. ഓക്കെ, കാര്യം ഇതിൽ ഒരെണ്ണം മാത്രമാണ് ജനറലി വരുന്ന ചോദ്യം. ഞാനൊരു ഈ പറയുന്ന പോലെ ഈ വായയുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഡെന്റിസ്റ്റിനെ കാണാം. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം മറ്റെന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കാണണമെങ്കിൽ കാണണം. ഓക്കെ, കാര്യം ഇതൊക്കെ നമ്മൾ എസ്പെഷ്യലി നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മൾ ജനറലി നമ്മുടെ ഗ്രാജുവേഷൻ സമയത്ത് ജനറലി പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പെർട്ടിക്കുലർലി ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് ആ പേഷ്യന്റിനെ സെൻട്രലൈസ് ചെയ്ത് വേണം കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്. ഓക്കെ, വായ തുറക്കുന്ന സമയത്തുള്ള വേദന എന്ന് പറയുന്നത് നമുക്ക് ഈ ജോസ് അല്ലെ നമ്മുടെ താടിയെല്ലുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലുകളുടെ പ്രശ്നമാണോ, അതല്ല ചില സമയത്ത് നമ്മുടെ ഈ മോണക്കകത്ത് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, മോണക്കകത്തുള്ള പഴുപ്പ് അതുപോലുള്ള സംഗതികൾ കൊണ്ട് നമുക്ക് വായ തുറക്കുമ്പോൾ വേദന വരാം ചില ആൾക്കാർക്ക്. അപ്പൊ അത് എന്താണെന്ന റീസൺ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. രണ്ടാമത്തെ, വെയിൽ കൊള്ളുമ്പോൾ എന്തുകൊണ്ടാണ് കറക്കുന്നത്? ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, എല്ലാവരും നമ്മൾ വെയിലുമായിട്ട് കൂടുതൽ എക്സ്പോസ്ഡ് ആകുന്ന സമയത്ത് നമുക്ക് കറുപ്പ് വരാം, സ്ഥിരമായിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വരാം. പക്ഷെ ചില ആൾക്കാർക്ക് വളരെ ഇതായിട്ട് അതൊരു അസുഖം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. കാരണം ചില ആൾക്ക് വെയിൽ കൊള്ളുമ്പോൾ തന്നെ അസഹ്യമായിട്ടുള്ള ചൊറിച്ചല് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതിയാണെങ്കിൽ നമ്മൾ അതിനെ അസുഖമായിട്ട് കണക്ക് കൂട്ടാം. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അതിന്റെ റീസൺ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സ്ഥിരമായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു ഡോക്ടർ. അങ്ങനെയാണ് വെയിൽ നല്ല. അതായത് നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ഡോക്ടറുടെ ഈ ഒരു ഷുഗറായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സാറിന്റെ ക്ലാസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൂടുതൽ ശ്രമിക്കുക. പിന്നെ സുമി സുരേഷ് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അത് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ആൾക്ക് 2017 വെരിക്കോസ് വെയിന്റെ ബ്ലീഡിങ് വന്നത്. അപ്പൊ അതുവരെ നോർമൽ ആയിരുന്നു. കാലിന് അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നും പുറത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവര് കാണിച്ചിട്ടില്ല. വേദന എടുക്കാറുണ്ടെങ്കിൽ ഇത് വന്നിട്ട് അങ്ങ് പോകുകയോ. അപ്പൊ ഒരു ബ്ലീഡിങ് ഒരു 2-3 പ്രാവശ്യം വന്നെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ബാംഗ്ലൂരുള്ള സമയത്തായിരുന്നു ഇവർക്ക് ബ്ലീഡിങ് വന്നത്. അതിനുശേഷം കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത്, പക്ഷെ ഇത് മാറുന്നില്ല. അങ്ങനെ നാട്ടിൽ വന്ന് ഡോക്ടറെ കാണിച്ച് കംപ്ലീറ്റ് മാറി 3 വർഷത്തേക്ക് പിന്നെ ഇത് ഉണ്ടായിട്ടേ ഇല്ല. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കൊറോണ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന സമയത്താണ് ഇവർക്ക് രണ്ടാമതും ഇത്, പിന്നെ ബ്ലീഡിങ് അല്ല വന്നത്, കാലിന്റെ ചെറിയൊരു പൊട്ടായിട്ടാ വന്നത്. പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം വെച്ചാല് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്. ആ സമയത്ത് അവിടുന്ന് ഭയങ്കരമായിട്ട് ഓവറായിട്ട് കഴിയുമ്പോൾ വേദന കൂടി, അല്ലെങ്കിൽ പഴുപ്പ് യെല്ലോ കളർ അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ കംപ്ലീറ്റ് മാറിയിട്ടാണ് പോകുന്നത്. കംപ്ലീറ്റ് മാറൂല, അതിനകത്ത് കുറച്ച് ഒരു ബാക്കി നിന്നിട്ടാണ് പോകുന്നത്. ഇപ്പൊ ലാസ്റ്റ് വന്നത്
ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിട്ടാ വന്നത്. അപ്പൊ 1 മാസത്തോളം ലീവ് എടുത്തിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. മരുന്ന് കഴിച്ചു, കംപ്ലീറ്റ് ഉണങ്ങി, ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് തിരിച്ചു പോയി. പക്ഷെ ഇപ്പൊ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴും ഒരു വേദന, തരിപ്പ്, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ശരി, അപ്പൊ ഓക്കെ. ഇതിന് ഒരു ഭക്ഷണ ചോദ്യം മനസ്സിലായി. കൺട്രോൾ ചോദ്യം മനസ്സിലായി. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇനിയിപ്പോ മുറിവ് ഉണങ്ങിയിട്ട് നമുക്ക് എന്തുകൊണ്ട് വേദന വരുന്നു? അപ്പം ഇനിയിപ്പോ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓക്കെ, അല്ലേ? ഓക്കെ, നമ്മള് സ്വാഭാവികമായിട്ടും ഞാൻ പലതവണയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് പല ആൾക്കാർക്കും മുന്നേ ഒക്കെ ആണെങ്കിൽ ഒരുപാട് നേരം കോൺസ്റ്റന്റ് ആയിട്ട് മാഡം പറഞ്ഞ പോലെ നിൽക്കുന്ന ആൾക്കാരിലാണ് നമുക്ക് വെരിക്കോസ് വെയിൻ കാണാറ്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് എല്ലാവരിലും എന്ന് പറഞ്ഞ പോലെ വെരിക്കോസ് വെയിൻ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ റിസർച്ചുകൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടെ എന്താണ് വെരിക്കോസ് വെയിൻ എന്താണ് വെരിക്കോസ് വെയിൻ എന്നുള്ള അസുഖം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ഇതിന്റെ റീസൺ എന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ സത്യം. ജനറ്റിക്കലി വരുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണങ്ങളാണെങ്കിൽ കൂടെ യഥാർത്ഥ റീസൺ എന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പുതുതായിട്ട് വരുന്ന പല കണ്ടുപിടുത്തങ്ങളെയും ബേസ് ചെയ്തിട്ട് പുതിയ പുതിയ ട്രീറ്റ്മെന്റ് സിസ്റ്റങ്ങൾ വരുന്നു. ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത്, ശരിക്കും വേദന എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഒരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസ് സിസ്റ്റമാണ്. എന്തിനാണ് ശരീരം വേദന ഉണ്ടാക്കുന്നത്? നമ്മുടെ ആ ഭാഗം വേദന അവിടെ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ആണ് വേദനക്ക് കാരണം. ഓക്കെ, പല വേദനകളുടെയും കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായി ആ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ എത്താത്തതാണ് വേദനയുടെ കാരണം. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോൾ വേദന കുറയും സ്വാഭാവികമായിട്ട്. ഓക്കെ, അടുത്ത കാരണം, നമ്മൾ വെരിക്കോസ് വെയിൻ മാറി കഴിഞ്ഞു കഴിഞ്ഞാലും വെരിക്കോസ് വെയിൻ ഉള്ളത് പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ കാലുകൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. നമ്മൾ സ്വാഭാവികമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ കാലിന് റെസ്റ്റ് കൊടുത്ത് നമ്മൾ ഇരിക്കണം. ഓക്കെ, സ്റ്റോക്കിങ്സ് നമ്മൾ അതായത് വെയിൻസ് ഒക്കെ ബൾജ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് സ്റ്റോക്കിങ്സുകളോ അല്ലെങ്കിൽ ക്രേപ്പ് ബാൻഡേജസോ നമ്മൾ ഉപയോഗിക്കണം. കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണം. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വേദന ഒഴിവാക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, താങ്ക് യു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു സർ. ഭഗത് സർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഭഗത് സർ, വെൽക്കം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് പറയൂ സർ. നമ്മളെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കാലില് നീര് വരിക, അത് കഴിഞ്ഞാൽ കാലില് മുറിവുകൾ ഉണ്ടാവുക, പഴുപ്പ് ഉണ്ടാവുക, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. പിന്നെ അമ്പ്യൂട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്കെല്ലാം വരിക. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ ഈ ബയോട്ടോറിയത്തിന്റെ ഈ പ്രൊഡക്ട്സ് എങ്ങനെയാണ് സാറേ ഹെൽപ്ഫുൾ ആവുക? അതിന്റെ റീസൺ ഒന്ന് പറയൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മൾ കാലുകളിലേക്ക് നീര് വരുന്നു അല്ലെങ്കിൽ കാലുകളിൽ മുറിവ് വരുന്നു, ഇതൊക്കെയുള്ള ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഡയബറ്റീസ് ഉള്ള ഒരാള്, ഒരു പ്രൊലോങ്ഡ് ഡയബറ്റീസ്, കൂടിയ കാലത്തെ ഡയബറ്റീസ് നമ്മുടെ രക്തക്കൊള്ളുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാം. ഓക്കെ, രക്തക്കൊള്ളുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന സമയത്ത് കാലിലേക്കുള്ള രക്തോട്ടം കുറയുകയും ആ ഭാഗത്ത് മുറിവുകൾ വന്നാൽ കരിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്തിട്ടാണ് ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അതൊരു കാര്യം. അടുത്ത വിശേഷം എന്ന് പറയുന്നത്, പക്ഷെ എല്ലാതരം ബ്ലോക്കുകളെയും നമുക്ക് ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് ഉപയോഗിച്ച് മാറ്റാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരോടും കൂടി നമ്മൾ പറയാണ്, ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് നിങ്ങളൊരു സർവ്വരോഗ സംഹാരിയാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ ആർക്കും പ്രപ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ പാടില്ല. ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് ഒരു ഗോഡ് ഗിവൺ പ്രൊഡക്റ്റ് ആണ്, അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആളുടെ അസുഖവും അവസ്ഥയും മനസ്സിലാക്കി മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ കാലിന് വേദനയുണ്ട്, ഈ പറയുന്നില്ല കാലിന് മുറിവ് ഉണങ്ങുന്നില്ല, എന്നാ പിന്നെ നിങ്ങൾ ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അത്തരത്തിൽ ചെയ്യരുത്. അത് നമ്മുടെ പ്രോഡക്റ്റിന് തെറ്റായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നൽകുക. അവസാനം പറയും ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചു എന്റെ അസുഖം മാറിയില്ല എന്ന് പറയും. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും ആർക്കും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. അസുഖം മനസ്സിലാക്കി അതിന്
സിവിയറിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. അത് മാത്രമല്ല, ഒരിക്കലും നിങ്ങൾ ഇത് കൊടുത്താൽ മാറും എന്നല്ല പറയേണ്ടത്, ഇത് കൊടുത്താൽ നിങ്ങളെ മാറാൻ സഹായിക്കും എന്ന് മാത്രമേ നമ്മൾ പറയാനായിട്ട് പാടുള്ളൂ. ഓക്കെ, കാര്യം ഇത് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഡോക്ടറുടെ അണ്ടറിൽ ചികിത്സ നടത്തേണ്ട കാര്യമാണ് ഇത്തരം അസുഖങ്ങൾ. അത് കയറി നിങ്ങൾ ആരും ചികിത്സിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാനോ പാടില്ല. ഓക്കെ, ക്ലിയർ ആണോ? സർ, മുട്ട് വരെ ആംബ്യൂട്ടി ചെയ്ത് കളഞ്ഞിട്ടുള്ള വ്യക്തിക്ക് ഇത് ഉപകരിക്കും? നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഷുവർ. നമ്മുടെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന, അതായത് 3 കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ ഒഴികെ ബാക്കി എല്ലാവർക്കും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് 1 പേസ് മേക്കേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാര്, 2 ഏതെങ്കിലും രീതിയിൽ ശരീരത്തിൽ ഇംപ്ലാന്റ് ഉപയോഗിക്കുന്ന ആൾക്കാര്, ഗർഭിണികൾ. ഇത്തരം ആൾക്കാർക്ക് മാത്രം നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ പ്രോഡക്റ്റ്, മാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. Okay, sir. Thank you, sir. Thank you very much. Okay, fine. താങ്ക് യു Next one. ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നില്ല. ആരെങ്കിലും പറയാനുണ്ടെങ്കിലും കടന്നു വരൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. Okay. Yeah. അപ്പുണ്ണി, മുണ്ടൂർ, പാലക്കാട്. Yes. സാർ, എനിക്ക് ഒരു 10 വർഷം മുന്നേ ഷുഗർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. Okay. ശേഷം കാല് കോച്ചിപ്പിടുത്തം, അത് ഭയങ്കര സഹിക്കാൻ വയ്യാത്ത കോച്ചിപ്പിടുത്തമാണ്. അതുപോലെ തന്നെ മൈഗ്രെയിൻ തലവേദന വരുന്ന സമയത്ത് സഹിക്കാൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് മയക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഞാൻ മെയിനേഴ്സിനോട് പറയുന്നത്, നിങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിച്ചിട്ട് എന്റെ തല അമർത്തി ഒഴിയാനാണ്. ഞാൻ മയങ്ങുന്നത് വരയ്ക്കും അങ്ങനെ തന്നെ ആ മെയിൽ നേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. അത്രയും കഠിനമായിട്ടുള്ള തലവേദനയാണ് വരുന്നത്. ആദ്യം ഷുഗറാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഷുഗറിന് പിന്നെ മൈഗ്രെയിൻ തലവേദനയുണ്ട്, ഹാർട്ട് അറ്റാക്കിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, BP-യുടെ മരുന്ന് കഴിക്കുന്നുണ്ട്, കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, ബോഡി പെയിൻ ഉണ്ട്. കൊറോണയ്ക്ക് ശേഷം ബോഡി പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര ഷോൾഡർ പെയിൻ ഉണ്ട്. ഇപ്പൊ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. കാല് ഭയങ്കരമായിട്ട് കോച്ചിപ്പിടുത്തെന്ന് പറഞ്ഞാൽ വലിഞ്ഞു മുറുകുന്നത് പോലെ കാല് അങ്ങനെ ഞരമ്പ് അങ്ങോട്ട് വലിഞ്ഞു മുറുകയാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഭയങ്കര പെയിൻ ആണ് വരുന്നത്. ബൈക്കിലൊന്നും ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞ കാല് കോച്ചിപ്പിടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ട് ഈ ഷുഗറിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ HbA1c വന്നിട്ട് 8.5 ആയിരുന്നു. ഇപ്പൊ ഈ നോക്കിയപ്പോ 149 ആണ് ഇപ്പൊ റീസെന്റ്ലി. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞൊരു പിന്നെ ഗ്ലിമിഡ് ജെമിനോർ M1 വന്നിട്ട് ഒരു ഹാഫ് ആണ് ഇപ്പൊ കഴിക്കുന്നുള്ളൂ. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടാപ്പ് എടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ കാല് കോച്ചിപ്പിടുത്തം ഭയങ്കരമായിട്ടുണ്ട്. ഈ ഇടത് ഭാഗത്തെ ഷോൾഡർ ഭയങ്കര ഷോൾഡർ പെയിൻ ആണ്. ഇതിനോടുള്ള ബന്ധത്തിൽ എന്താ പറയുക, ഇടതാണ് എല്ലാം. യെസ് സർ. ഓക്കെ, ഫൈൻ. 2 മെയിൻ കംപ്ലൈൻസ് എന്ന് പറയുന്നത് കാലിന്റെ കോച്ചിപ്പിടുത്തവും അതുപോലെ ഷോൾഡറിന്റെ വേദനയാണ്. ഓക്കെ, വേദനയാണ്. കാലിന്റെ കോച്ചിപ്പിടുത്തം എന്ന് പറയുന്നത് നമ്മുടെ മസിലുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, മസിലിനെയും നെർവ്സിനെയും ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് 2 കാരണങ്ങളാണ്. ഒന്ന്, ശരീരത്തിലെ ജലാംശം കുറയുന്ന സമയത്ത് നമ്മുടെ മസിലുകൾക്കൊക്കെ പ്രശ്നം വരും. ഒന്ന്, അപ്പൊ ചില ആൾക്കാര് നമ്മൾ ഈ പറയുന്നല്ലേ, ഈ പ്രമേഹം ഉള്ളവര് മിക്കവാറും ഈ ഫ്രീക്വന്റ് യൂറിനേഷൻ പേടിച്ചിട്ട് വെള്ളം അധികം കുടിക്കാറില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള ശരീരത്തിന്റെ ഏത് ഭാഗത്തുള്ള മസിലുകളും കോച്ചിപ്പിടുത്തം മെയിൻ ആയിട്ട് വരാം. ഓക്കെ, പിന്നൊന്ന് വരുന്നത് തൈറോയ്ഡ് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. നമ്മൾ തൈറോയ്ഡ് ചെക്ക് ചെയ്തിട്ട് തൈറോയ്ഡ് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഈ 2 തൈറോയ്ഡ് ഇല്ല, ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. മറ്റൊന്ന് ഈ പറയുന്ന ന്യൂറോപ്പതിയുടെ കണ്ടീഷനാണ്. ഓക്കെ, അപ്പം ന്യൂറോപ്പതി വഴി നമുക്ക് ഈ പറയുന്ന മസിലുകളുടെ കോച്ചിപ്പിടുത്തം ഉണ്ടാവാം. അപ്പോ നിങ്ങൾക്ക് എന്നുള്ള രീതിയിലുള്ള ഏതൊരു ഡിസീസ് ആണെന്നാണ് ഒരു ഓർത്തോ ഡോക്ടർ പറഞ്ഞത് നേരത്തെ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ ഇതാണ് നമ്മുടെ അസുഖത്തിന് കാരണം. നമ്മൾ കോച്ചിപ്പിടുത്തം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളിപ്പോ ഈ പറയല്ല, ദീർഘനേരം ഇരിക്കുന്ന സമയത്ത് ഒരു 15-20 മിനിറ്റിനകത്ത് നമ്മുടെ കാലുകൾ ഈ രീതിയിൽ നമ്മൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ചെറുതായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ രീതിയിൽ ബെൻഡ് ചെയ്തിട്ട് നമ്മുടെ മസിലിനെ ഒന്ന് റിലാക്സ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കോച്ചിപ്പിടുത്തം ഒഴിവാക്കാനായിട്ട് കഴിയും. അടുത്ത വിഷയം എന്ന് പറയുന്നത് ഷോൾഡർ പെയിൻ ആണ്. 1 സെക്കൻഡ് സർ,
ഈ കാലിൽ തന്നെ വെയിൻ കട്ടായിട്ട് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു സാർ. നടക്കാൻ പറ്റാത്ത ഒരു 4-5 മാസം വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. വാക്കറിലേക്കായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതേ കാലിലാണ് കൊച്ചിപ്പിടുത്ത അതേ കാലിലാണ് ഞരമ്പ് കട്ടായിരിക്കുന്നത്. അത് ബ്ലഡ് ക്ലോട്ടിംഗ് ആയിട്ട് ഒരു 1.5 വർഷം കഴിയും ഡോക്ടർ പിന്നെ നടക്കാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ബയോട്ടോറിയം ഉപയോഗിച്ചത് മൂലം നമുക്കൊരു 4-5 മാസത്തിന് ശേഷം എനിക്ക് നടക്കാൻ ഇപ്പൊ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ജോലി എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. അതായത് ഞരമ്പുകളുടെ നാശം വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് കാരണം. ഓക്കെ. നെക്സ്റ്റ് വൺ നമ്മൾ വരുന്നത് ഷോൾഡർ ആണ്. ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ പ്രശ്നം. ഓക്കെ. ഫ്രോസൺ ഷോൾഡർ വന്ന ഒരാള് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചില എക്സസൈസുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്തരത്തിൽ നമുക്ക് ഈ ഷോൾഡർ പെയിന് മാറ്റിയെടുക്കാം. ഇനി കൂടിയ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു ഓർത്തോപെഡീഷ്യനെ നമ്മൾ കൺസൾട്ട് ചെയ്യും വേണം. ഓക്കെ. തുടക്കത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ എക്സസൈസുകൾ വഴി ഫ്രോസൺ ഷോൾഡർ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഒരു തരിപ്പ് വരുന്നുണ്ട് ആ കാലില്, കയ്യിലൊരു തരിപ്പ് വരുന്നു. അതെ, കയ്യിന്റെയും കാലിന്റെയും തരിപ്പിന്റെ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ പലതവണ നമ്മളിപ്പോ കഴിഞ്ഞ ആൻസറുകളിലൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റിലേറ്റഡ് ടു ന്യൂറോപ്പതി. ഓക്കെ. പിന്നെ പെർട്ടിക്കുലർ കയ്യിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്പോണ്ടിലോസിസ് പോലെയുള്ള അസുഖങ്ങൾ നമ്മൾ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം അത്തരത്തിൽ നമുക്ക് കൈകളിലേക്ക് നമുക്ക് തരിപ്പ് വരാം. ഓക്കെ. നെർവ് ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് വരാം. ഇനി മാഡം രാജു സാറ് നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, രാജു സാർ പറഞ്ഞോളൂ. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ, പറയൂ. ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാന് പള്ളി പോകാനുള്ള അതെ അതെ അതെ. അപ്പോൾ എനിക്ക് എന്റെ കാര്യം ഞാൻ പേഴ്സണലായിട്ട് ടോക്ക് ചെയ്തോളാം. നമ്മൾ കാണും. അതേ ഇച്ചിരിയേറെ സംസാരിക്കാനുള്ള ഒരു സംഗതിയാണ്. അതൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. അത് മനോജ് സാറിന് അറിയാം. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ കൊടുത്ത 2-3 പേഷ്യന്റിന്റെ കാര്യമാണ്. അതായത് വെരിക്കോസ് വെയിൻ ഉള്ള 1-2 പേഷ്യൻസ് കൊടുത്തു. ഞാൻ ചെല്ലുമ്പോൾ അവരുടെ കാലിന്റെ മുറിവുണ്ട്, നമ്മുടെ ഫുട്ടിന്റെ മേളിൽ ആ ഭാഗത്ത് മുറിവുണ്ട്, വെരിക്കോസ് വെയിൻ ആണ്. അവരെ ഒരുപാട് പ്രശ്നം കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെങ്കിൽ അവര് ചെയ്യുന്ന എനിക്ക് തന്നെ ഡോക്ടേഴ്സ് തന്നെ അഡ്വൈസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് അവർ ചെയ്യുന്നത്. ഈ മുറിവ് ദൃഢമായിട്ട് ഇവര് എപ്പോഴും ബാൻഡേജ് ചുറ്റിയാണ് നടക്കുന്നത്. എപ്പോഴും എന്നും ഒരു നേഴ്സ് വന്ന് വീട്ടിൽ വന്നിട്ട് ബാൻഡേജ് ചെയ്യും, വീണ്ടും പിറ്റേ ദിവസം അങ്ങനെ അവര് കഷ്ടപ്പെടുക ഈ ബാൻഡേജ് ചുറ്റി മുറിവിന്. യഥാർത്ഥത്തിൽ ഞാന് ബാൻഡേജ് ചുറ്റുമ്പോ വീണ്ടും അത് പസാവും, വീണ്ടും അത് ക്ലീൻ ചെയ്യും, ഇങ്ങനെ പോവാം. അപ്പൊ ആ ബാൻഡേജ് ഒക്കെ നോക്കിയിട്ട് 2-3 തുണിയായിട്ടൊക്കെ ചുറ്റി ഭദ്രമായിട്ട് രീതിയിൽ ഒന്ന് മുട്ടിയാക്കുവാനോ അത് വേദന വരാത്തുള്ള രീതിയിലുള്ള ബാൻഡേജ്. ഒരു ദിവസം ഞാൻ അത് അഴിച്ചു നോക്കി. ഞാനൊരു ചികിത്സാ സംബന്ധമായിട്ട് അവരുടെ വീട്ടിൽ പ്രൈവറ്റ് കേസിന് പോയതാ. ഞാൻ വെറ്ററിനറി ഡോക്ടറാണെന്ന് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ ബയോട്ടറി യൂസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഇൻസിഡന്റാ. അപ്പൊ ഞാൻ ഇവരുടെ ബാൻഡേജ് ചുറ്റിയുള്ള അവര് തന്നെ പറയുന്നത് അത് തന്നെ ഞങ്ങൾ ഫെഡപ്പ് പാസ്സാറെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് വേറെ ആര് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറയുന്നതൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ബയോട്ടറിയം പ്രൊഡക്റ്റ് ഒന്നും കൊടുത്തില്ല കേട്ടോ. അവർക്ക് അതിനെപ്പറ്റി വലിയ കാര്യം കഴിഞ്ഞാൽ അവര് ഡോക്ടേഴ്സ് പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ മാഗ്നറ്റിക് ബെഡിലൊന്നും കിടക്കത്തില്ല. അന്നേരം അതവിടെ ക്ലോസ് ചെയ്തു. നമ്മൾ എത്ര പറഞ്ഞിട്ട് അവർക്ക് അതിനോട് ഇതില്ല, താല്പര്യമില്ല. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു ഈ ബാൻഡേജിന്റെ കാര്യം ഞാൻ പഠിച്ച സയൻസ് ആസ് എ വെറ്ററിനറി ഡോക്ടർ ഞാൻ പഠിച്ച സയൻസ് എന്ന് പറഞ്ഞാല് വൂണ്ട് ഓപ്പൺ ആയിട്ട് ഇടുക. നിങ്ങൾ അവർ മുറിയിൽ തന്നെയാണ് അവർ കഴിച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞ ഞങ്ങളുടെ ആനിമൽസിനെ തന്നെ നോക്കുക. വനത്തിൽ ഫോറസ്റ്റിൽ കഴിയുന്ന ഏതെല്ലാം ജീവജാലങ്ങള്, വലിയ ആനിമൽസ്, ലാർജ് ആനിമൽസ്, മീഡിയം ആനിമൽസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ നാച്ചുറലായിട്ട് അസുഖമൊന്നും മരിക്കാറില്ല. ഒന്നുകിൽ ഓൾഡ് ഏജ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടായി, പാറയെന്ന് വീണ് അങ്ങനെയൊക്കെ കാലൊടിഞ്ഞ ഉണ്ടായി. അപ്പൊ അവര് തന്നെ ആ മാഗ്നറ്റിക് ബെഡേലാണ് കിടക്കുന്നത്. അവരുടെ മാഗ്നറ്റിക് ബെഡേലാണ്. അത് ഭൂമി നാച്ചുറൽ ക്യൂറിംഗ് ആണ്. എയർ സർക്കുലേഷൻ ശരിക്കും ഓക്സിജൻ അതിന്റെ സെൽസ് ആൻഡ് ടിഷ്യൂസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ അവര് ഒരു ഡ്രസ്സിങ്ങും ഇല്ല. ഈവൻ ഞാൻ എന്റെ പ്രാക്ടീസിൽ തന്നെ അനിമൽസിനെ ഒരിക്കലും ഞാൻ ബാൻഡേജ് ചെയ്യാനായിട്ട് അനുവദിക്കത്തില്ല. കാരണം വെച്ചാൽ ഞാൻ അത് കമ്പയർ ചെയ്യുന്ന നാച്ചുറലായിട്ടുള്ള ജീവിക്കുന്നതായ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ആദിവാസികൾക്ക് എത്രയെല്ലാം ട്രൈബ്സ് ആണ് വനത്തിൽ താമസിക്കുന്നത്, അവരൊന്നും ബാൻഡേജ് ഒന്നും ചുറ്റിയായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പം ബൈ സയൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓക്സിജൻ നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ എക്സ്പോസ് ടു ഔട്ട്സൈഡ് ഓക്സിജന് കൊടുക്കുമ്പോൾ അതിന്റെ റിജുനേഷൻ അല്ലെങ്കിൽ പ്രൊലിഫറേഷൻ അത് സ്പീഡപ്പ് ആവും. ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു അറിവ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ബാൻഡേജ് അഴിച്ചിട്ട് രാവിലെ ഉദയസൂര്യന്റെ രശ്മിയുടെ അടുത്തൊരു കസേര ഇട്ട് അവിടെ ഇരിക്കുക. ബാൻഡ്
രശ്മി ആ മൂണ്ടേരടിക്കട്ടെ മെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ ഉടനെ അവരെന്നെ വിളിച്ചു പറഞ്ഞു, സാറേ മുറിവിന് വാട്ടമായി, പിന്നെ ഇപ്പൊ നേഴ്സ് വന്ന് ഡ്രസ് ചെയ്തില്ല, കുഴപ്പം ഞങ്ങൾ തന്നെ ഓയിൻമെന്റ് പറ്റുക. ഈ കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ കണ്ടിട്ട് അവരെന്നെ അങ്ങ് കൈ കൊണ്ട് കെട്ടി അങ്ങ് പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് മെഡിക്കൽ സയൻസിലും അത് നമ്മുടെ അന്തരീക്ഷമായ അണുക്കളാണ് പറഞ്ഞ് ആണ് ഈ ഊണ്ട് പൊതിയുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ബൈ സയൻസ് അല്ലെങ്കിൽ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഈ ഊണ്ട് നമ്മൾ ഒരിക്കലും ഫുൾ ടൈം ബാൻഡേജ് ചെയ്യാൻ പാടില്ലെന്നാണ്. അതിൽ ഡോക്ടറുടെ എന്താണ് അഭിപ്രായം? ഓക്കെ, ഇതൊരു വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം, ഒരു ചോദ്യമാണ്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, സാർ പറഞ്ഞതുപോലെ നമ്മുടെ ബുക്കുകളിൽ എവിടെയും ഈ പറയുന്ന പോലെ മുറിവ് കെട്ടിവെക്കണമെന്നോ തുറന്നിടണമെന്നോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ബൈ പ്രാക്ടീസ് നമ്മൾ എന്താണ്, എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ വെരിക്കോസ് വെയിൻ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ മുറിവ് കെട്ടിവെക്കാൻ അല്ലെങ്കിൽ ബാൻഡേജ് ചെയ്യാൻ, അതായത് മുറിവ് ഡ്രസ് ചെയ്തതിനേക്കാൾ ഉപരി അതിന് പുറമെയുള്ള എക്സ്ട്രാ സെക്കൻഡറി ലെയർ കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സാറിന് അറിയാം. അതായത് വെരിക്കോസ് വെയിൻ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ അശുദ്ധ രക്തം കാലിന്റെ മേളിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലോട്ട് നമ്മൾ ഒഴുകുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. സോ ഈ കെട്ടിക്കിടക്കുന്ന ബ്ലഡിനെ കംപ്രസ് ചെയ്ത് മേലിലോട്ട് ഒഴുക്കാനാണ് ആക്ച്വലി ഈ കംപ്രസ്ഡ് ബാൻഡേജ് കൊടുക്കുന്നത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മുറിവ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഉണങ്ങുമോ അല്ല മുറിവ് കെട്ടിയാൽ കൂടുതലായിട്ട് ഉണങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും എന്റെ ഈ പറയുന്ന 18 വർഷത്തെ ഈ മുറിവുകളുടെ കൂടെയുള്ള ജീവിതത്തിൽ പലപ്പോഴും ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുഴപ്പം എന്താ വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ടാണ് ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഇത് ബാൻഡേജ് ചെയ്യണം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ പറയുന്ന കാര്യം വളരെ ക്ലിയർ ആണ്. നമ്മുടെ പഴയ കാലവും പുതിയ കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, പഴയ കാലത്ത് നമ്മൾ ഈ മുറിവ് ഉണങ്ങുന്നവരെ അത് തുറന്നിടാനോ അല്ലെങ്കിൽ മറ്റ് അണുക്കളൊന്നും വരാതെയോ നോക്കാനുള്ള സമയവും സാഹചര്യവും കൂടുതലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവർക്കും ഈ മുറിവ് വന്നെന്ന് പറഞ്ഞാൽ ഇതും തുറന്നിട്ട് കൊണ്ട് വീട്ടിലിരിക്കാൻ അല്ലെങ്കിൽ അത് ക്ലീൻ ആയിട്ട് അതിൽ പൊടി അല്ലെങ്കിൽ മറ്റ് അണുക്കൾ, ഈച്ച പോലെയുള്ള ജീവികളൊന്നും വന്നിരിക്കാൻ നോക്കാതിരിക്കാനുള്ള ഒരു സമയമോ സാഹചര്യമോ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ബാൻഡേജ് ചെയ്യുക, നിങ്ങൾ ഇതിനെ വൃത്തിയായിട്ട് വെക്കണം എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ചില പേഷ്യൻസിൽ ഞാനും സാറുമായിട്ട് യോജിക്കുന്നു. ചില പേഷ്യൻസിൽ നമ്മൾ മുറിവ് കെട്ടുന്നതിനേക്കാൾ കൂടുതൽ മുറിവ് തുറന്നിട്ടാൽ ഉണങ്ങുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ബേൺസ്, നമ്മൾ പൊള്ളലുകൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും മുറിവ് കെട്ടിവെക്കാറില്ല. പൊള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അവരെ ഐസൊലേറ്റ് ചെയ്ത് അണുബാധ ഇല്ലാത്ത രീതിയിൽ മാറ്റി നിർത്തി മുറിവുകൾ കംപ്ലീറ്റ് ആയിട്ട് തുറന്നിടുന്ന ഒരു രീതിയാണ് നമ്മൾ തന്നെയും മോഡേൺ സയൻസ് തന്നെയും ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന മുറിവ് മറ്റു പ്രശ്നങ്ങളില്ലാതെ അണുബാധയോ അല്ലെങ്കിൽ മറ്റ് ജീവികളോ വന്നിരിക്കാതെ ആ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ കാണുന്ന സമയത്ത് നമ്മൾ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ മുറിവ് തുറന്നിട്ട് കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർ പറയും, അല്ല ഇത്രയും വലിയ മുറിവായിട്ട് ഇത് തുറന്നിട്ടിരിക്കുകയാണോ? അത് നമ്മൾ വർഷങ്ങളായി കിട്ടിയ ഇൻഫർമേഷൻ ആണ്, മനസ്സിലായില്ലേ? പിന്നെ സൂര്യപ്രകാശം, അത് ഞാനും അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ചില മുറിവുകൾ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സൂര്യപ്രകാശം കൊള്ളിക്കുക എന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ്. അതിൽ നമുക്ക് യാതൊരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ സാറ് പറഞ്ഞ തന്നെ രത്ന ചുരുക്കം ഞാൻ പറയാം, മുറിവ് വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഓപ്പൺ ഇറ്റ്, നോ പ്രോബ്ലം. പക്ഷേ ഈ വെരിക്കോസ് വെയിൻസ് നമ്മൾ ഓപ്പൺ ചെയ്തിടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കാല് യഥാർത്ഥത്തിൽ എങ്ങനെ വേണം? കാല് ഹാർട്ട് ലെവലിൽ പൊക്കി വെച്ചിരിക്കണം. അത് മസ്റ്റാണ്. ബാൻഡേജ് ചെയ്യുന്നില്ല എങ്കിൽ കാല് നമ്മൾ ഹാർട്ട് ലെവലിൽ പൊക്കി വെച്ചിരിക്കണം. അപ്പോ വൃത്തിയായി സൂക്ഷിക്കുകയും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നോ നീഡ് ടു ബാൻഡേജ് ഇറ്റ്. ക്ലിയർ? Okay, sir. Thank you very much. Okay. This is for everybody. താങ്ക് യു ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് എന്ന് പറയാം അല്ലെ? താങ്ക് യു ഡോക്ടർ സാർ ആൻഡ് താങ്ക് യു ഡോക്ടർ സുമേഷ് സാർ. ഇനി അടുത്തൊരു ഫാമിദ ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഫാമിദ മാഡം, യു ക്യാൻ അൺമ്യൂട്ട്. നമുക്ക് എന്തായാലും നമ്മൾ നേരിട്ട് കാണണം. ഞാൻ എന്തായാലും രമേശ് സാറിന്റെ കൂടെ എറണാകുളത്തും കൊട്ടാരക്കരയിലും ഞാൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ വളരെ സന്തോഷം. ഞാൻ ഇതിലേക്ക്
തുടക്കത്തിൽ സാറിന്റെ കുറെ ക്ലാസ്സുകളും മറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ വരുന്നതിനെക്കാട്ടി മുൻപേ. പറയാം മാഡം. ഗുഡ് മോർണിംഗ് സാർ. ഞാനിപ്പോ ചോദിച്ച ചോദ്യം ഡോക്ടർ രാജു സാർ ചോദിച്ചു കഴിഞ്ഞു. ഞാനിതായിരുന്നു ഞങ്ങളെ ഫാമിലി റിലേറ്റീവ്സിലുള്ള ഒരു ഷുഗർ വന്നിട്ട് കാലിൽ ഒരു മുറിയായിട്ട് ഡെയിലി ഇങ്ങനെ ഡ്രസ്സിങ്ങിന് വേണ്ടി പോവുമായിരുന്നു. ഡെയിലി ഡ്രസ്സിങ് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇത് ഡെയിലി ഡ്രസ്സിങ് ചെയ്യുമ്പോ എങ്ങനെയാണ് ഈ മുറി ഉണങ്ങുന്നത്. അപ്പൊ ഒരു സെക്കൻഡ്, നിങ്ങളിപ്പോ ഈ ചോദ്യത്തിന് ആദ്യ ഭാഗത്തിന് ഞാൻ ഇപ്പൊ തന്നെ ഉത്തരം ഞാൻ പറയാം. അതായത് 100% ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ ഞാൻ പറയാ, അത് ഇങ്ങനെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പറയാനായിട്ട് പറ്റില്ല. എന്നാൽ കൂടെ അതിനെ ജനറലി ഞാൻ പറയാം. അതായത് ഇതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഡെയിലി ഡ്രസ്സിംഗ് ആണോ ഓൾട്ടർനേറ്റീവ് ഡ്രസ്സിംഗ് ആണോ, നമ്മള് ഡെയിലി 2 പ്രാവശ്യം ചെയ്യണോ 3 പ്രാവശ്യം ചെയ്യണം എന്നൊക്കെ, മുറിവ് ഡ്രസ്സിംഗ് എങ്ങനെ വേണം എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം എങ്ങനെയാണ്, ഡിപ്പെൻസ് ഓൺ യുവർ വുണ്ട്. ചില മുറിവുകള് ഭയങ്കരമായിട്ട് എക്സുഡേറ്റ്സ് ഊസിങ്, അതായത് ഇതിനകത്ത് വല്ലാതെ ചലം ചോര അല്ലെങ്കിൽ വെള്ളമൊക്കെ വരുന്ന ഹൈലി എക്സുഡേറ്റിംഗ് വൂണ്ടാണെങ്കിൽ നമ്മൾ ഡെയിലി 2 പ്രാവശ്യം നമ്മൾ ഡ്രസ് ചെയ്യും. കാരണം ഈ എക്സുഡേഷൻ മുറിവിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും റിക്കറന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കാം. രണ്ടാമത്, ഒരു മിനിമലി എക്സുഡേറ്റിംഗ് വൂണ്ടാണ്, മിനിമലി യൂസിങ് വൂണ്ടാണെങ്കിൽ യു ഷുഡ് ഡു ഓൺലി പിന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ്, 1 ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അല്ല ഡ്രൈ വൂണ്ട്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു കാൻ ആഫ്റ്റർ 2 days or 3 days അത് ആ വൂണ്ടിൽ എങ്ങനെയാണ് ഗ്രാനുലേഷൻ പുതിയ ടിഷ്യൂകൾ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഡോക്ടർക്ക് അഡ്വൈസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അല്ലാതെ എല്ലാ മുറിവുകളും എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, എന്നാൽ എല്ലാ ദിവസവും എല്ലാ മുറിവുകളും എല്ലാ ദിവസവും ചെയ്യാതിരിക്കാനും കഴിയില്ല. ഈ പ്രത്യേകതകൾക്കനുസരിച്ചിട്ടാണ് വൂണ്ടിന്റെ ഡ്രസ്സിങ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താണ് അടുത്ത ചോദ്യം? ഹലോ, ഗുഡ് മോർണിംഗ് സാറേ. പറയൂ. എന്റെ ഭർത്താവിന് ഷുഗർ ഉണ്ട്. അപ്പൊ ഷുഗറിന്റെ ഗുളിക മരുന്നോ കഴിക്കുന്നില്ല, നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല. പക്ഷെ കാലിന്റെ അടി ഭയങ്കര പോക്കച്ചിലാണ് ഏത് സമയത്തും. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് വരുന്നത്? കാലുകളിലെ പുകച്ചിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ന്യൂറോപ്പതി ഡൗട്ട് ചെയ്യണം. ഇനി അതല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂറോപ്പതി ആണ് ഒരു മെയിൻ കോസ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ കൂടെ ചില ആൾക്കാർക്ക് ഈ ന്യൂറോപ്പതിയുടെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ പുകച്ചിലും മറ്റും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കും. അപ്പൊ അതിന്റെ ഒരു കാരണം നമ്മുടെ ഇനി അടുത്ത് വരുന്നത് നമ്മുടെ സ്പൈനൽ കനാലില് എവിടെയെങ്കിലും ബ്ലോക്കേജ്, ആ രീതിയിൽ ഒരു ബ്ലോക്ക് വഴി നമ്മുടെ ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ന്യൂറോപ്പതിയുടെ വേറൊരു വകഭേദമാണ് നമ്മൾ പ്രഷർ റിലേറ്റഡ് കംപ്രസീവ് ന്യൂറോപ്പതി എന്ന് പറയും. അതായത് ഈ ഞരമ്പുകൾക്ക് ഡാമേജ് അല്ലാതെ പെർട്ടിക്കുലർ ഞരമ്പുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള കംപ്രഷൻസ്, ബ്ലോക്കേജുകൾ വന്നിട്ട് ന്യൂറോപ്പതി മീൻസ് ഞരമ്പുകൾക്ക് പ്രശ്നം വരുന്നെങ്കിൽ അത്തരത്തിലും നമുക്ക് ഈ പറയുന്ന പുകച്ചിലും സിംറ്റംസും വരാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഏത് ടൈപ്പ് ഓഫ് പ്രശ്നമാണ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ 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 സാർ, ഫൈൻ. താങ്ക് യു മാം. നമ്മുടെ സമയം 7:30 ആയിട്ടുണ്ട്. എന്റെ എന്താ പറയാ, എനിക്കൊരു ഗ്യാസിന്റെ പ്രശ്നമാണ്. ഭയങ്കര ഏമ്പക്കം വരവ്, പിന്നെ നെഞ്ചരിച്ചലും. അത് എന്തൊക്കെയാണ് ഇങ്ങനെ വരാൻ കാരണം? ഞാൻ ഹോമിയോ കഴിക്കുന്നുണ്ട്. പക്ഷെ ഹോമിയോ കഴിച്ചപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചാലും പിന്നെ നെഞ്ചരിച്ചലും ഒരു ഏമ്പക്കം വരവുമാണ്. ഇതെന്തുകൊണ്ടാണ് വരാൻ കാരണം? ജനറലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം സ്വാഭാവികമായിട്ട് വയറ്റിലെ ആസിഡിറ്റി കൂടുന്നതാണ് നമ്മുടെ ഈ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇത്തരം ആൾക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈവൻ ഹോമിയോ മെഡിസിൻ എങ്ങനെയാണ് അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്നുള്ളവരും എനിക്കറിയില്ല. നമ്മൾ സാധാരണ മോഡേൺ മെഡിസിൻ ആണ് നമ്മളെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും ഭക്ഷണം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുൻപേ നിങ്ങൾ മരുന്ന് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 20 മണിക്കൂറോ 30 മിനിറ്റിനോ ശേഷം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ഉപ്പ്, എരിവ്, പുളി ഇത്തരത്തില് അസിഡിറ്റി കൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം വെള്ളം കുടിക്കരുത്. അതിന്റെ അരമണിക്കൂർ മുന്നെയോ അരമണിക്കൂർ ശേഷമോ നമ്മൾ വെള്ളം കുടിക്കണം. പിന്നെ ചില ആൾക്കാർക്ക് ചില ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലാണ് ഇത്തരത്തില് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഏത് തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വെച്ചാൽ അത് നമ്മൾ മാറ്റി നിർത്തുക.
ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു മാം. മാം നന്നായിട്ട് നമ്മുടെ മാഗ്നറ്റൈസ് വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ. വെള്ളം കുറെ നല്ലോണം കുടിച്ചാൽ തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് മാറ്റം കിട്ടും. നമ്മുടെ വാട്ടർ അടിപൊളി വാട്ടർ അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു പറയൂ. സമയം അറൗണ്ട് 7:30 അടുത്ത 7:24 നമുക്ക് 7:30 ആകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ്. കാരണം എല്ലാരും സൺഡേ ആണ്, രാവിലെ എല്ലാരും തിരക്കും കാര്യങ്ങളൊക്കെ പോവേണ്ടി വരുന്നു തോന്നുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാന് എന്റെ വീട് കാടാമ്പുഴയാണ്. പിന്നെ ഞാൻ ചോദിച്ചത്, എന്റെ അമ്മയുടെ രാത്രിയിൽ മാത്രം അമ്മയുടെ കാലിന് ചുട്ട് പുകയാണ്, നീറുകയാണെന്നാ പറയുന്നത്. പിന്നെ അതേപോലെ വെരിക്കോസ് വെയിൻ ഉണ്ട് കാലിന്റെ മുട്ടിന്റെ ബാക്ക് വശമായിട്ട്. നമ്മൾ 2 വിരലിന്റെ വണ്ണത്തില് വെരിക്കോസ് വെയിൻ വന്നിട്ട് കാല് മടക്കാനൊന്നും കഴിയുന്നില്ല. നമ്മുടെ പ്രൊഡക്റ്റ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ കുറച്ചു നാളായിട്ടുള്ള ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പൊ അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മടക്കാനൊന്നും കഴിയണില്ല കാലിന്റെ മുട്ട്, വെരിക്കോസ് വെയിൻ ഉള്ളതുകൊണ്ട്. അപ്പൊ അതൊന്ന് സാറൊന്ന് പറഞ്ഞ് ക്ലിയർ ആക്കി തരണം. ഓക്കെ, ഫൈൻ. നിങ്ങൾ സ്കാൻ ചെയ്തിട്ടുണ്ടോ കാല്? ഇല്ല. അത് രാത്രിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാല് ചുറ്റുനീറില് രാത്രിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഇതെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വാഭാവികമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ കാലിന് ഒരു വെരിക്കോസ് വെയിന്റെ സ്കാന്, നമ്മളൊരു ഡോപ്ലർ സ്റ്റഡി നടത്തണം. ഡോപ്ലർ സ്റ്റഡി വീനസ് സിസ്റ്റം നടത്തിയിട്ട് നമ്മൾ ഈ കാല്, നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ കാലിന്റെ മുട്ടിന്റെ പിൻഭാഗത്ത് നമുക്ക് ചിലപ്പോൾ വെരിക്കോസ് വെയിൻ അല്ലാതെ തന്നെ നമുക്ക് ബർജസ് സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു മുഴ പോലെ വരാം. ഓക്കെ, ഈ വെരിക്കോസ് വെയിനുള്ള ആൾക്കാരിൽ അത്തരം ഒരു പ്രശ്നം കാണാറുണ്ട്. അത് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇനി അത്തരം മുഴകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കാലിലേക്കുള്ള ഞരമ്പുകളിൽ ഈ സിസ്റ്റ് കാരണം ഒരു ബ്ലോക്കേജ് വരാം. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇനി അതല്ല എങ്കിൽ നമ്മൾ ഏത് ന്യൂറോപ്പതിയുടെ ഗ്രേഡ് നമ്മൾ അസസ് ചെയ്യണം. അതാണോ നമ്മുടെ ഈ ചുട്ടുപുകച്ചിലിനുള്ള കാരണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇതുമല്ല, ഇതിനകത്തൊന്നും റിലേഷൻ നമ്മൾ വരുന്നില്ല എങ്കിൽ പിന്നെ നെക്സ്റ്റ് മറ്റ് ടെസ്റ്റുകൾ നടത്തിയിട്ട് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഡോക്ടറെ കണ്ട് നിങ്ങൾ ഈ പറയുന്ന സ്കാൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യും. ഓക്കെ സാർ, ഇത് ഒരു കാലിന് മാത്രമാണ് വെരിക്കോസ് വെയിൻ, മറ്റേ കാലിന് ഇല്ലാത്ത കാലിനാണ് ആ കാലിന്റെ അടിയിൽ മാത്രമേ ഉള്ളൂ ചുട്ടുനീറില്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ചുട്ടുനീറല് ഒന്ന് ഡയബറ്റിക് ന്യൂറോപ്പതി, അതല്ല ചില ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസിന്റെ ചില കൂടിയ അവസ്ഥകളിലും നമ്മുടെ ഈ കാലിന്റെ അടിയിലെ നീർക്കെട്ട് കൊണ്ടും ഈ പറയുന്ന ചുട്ടുപോകച്ചില് വരാറുണ്ട്. പിന്നെ ആർത്രൈറ്റിസ്, വാതരോഗ സംബന്ധമായിട്ടും ഇത്തരത്തില് ചുട്ടുപോകച്ചിൽ വരാറുണ്ട്. അപ്പൊ നമ്മൾ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങള് മീൻസ് ഡയറക്ട്ലി പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്ത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കി അത് പരിശോധിച്ചിട്ട് വേണം ചികിത്സ നിശ്ചയിക്കാനായിട്ട്. ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഒരു പേഷ്യന്റ്, അത് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ് ഡയഗ്നോസിസ്. ആരാണ് സംസാരിക്കുന്നത്? അമീർ ആണ്. എന്റെ പേര് അമീർ. അപ്പൊ അതിന്റെ ഡയഗ്നോസിസ് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ് അവർക്ക്. ഓൾസോ ബാക്ക് പെയിൻ കുറെ വർഷങ്ങളായിട്ടുണ്ട്, 5-10 വർഷമായിട്ടുണ്ട്. അതിൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ അവര് റെക്കമെൻഡ് ചെയ്യും, എങ്ങനെയാ നമ്മൾ അവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു ഐഡിയ പറയാമോ? അതായത് നെഫ്രോ പേഷ്യന്റ് നമ്മുടെ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇംപ്ലാന്റ്സ്, പ്രഗ്നൻസി, അതേപോലെ തന്നെ പേസ് മേക്കേഴ്സ് ഒക്കെ. സോ ഈ രീതിയിലുള്ള സംഗതികളാണ് നമ്മൾ കോൺട്രാ ഇൻഡിക്കേഷൻ. 2, നെഫ്രോ പേഷ്യൻസിന്റെ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് വാട്ടർ ഇൻടേക്ക് റെസിസ്റ്റൻസ്, പിന്നെ കൺട്രോൾഡ് ആണ്. ഓക്കെ, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നെഫ്രോ പേഷ്യൻസിന് ഈ നമ്മളിപ്പോ ഒരു അവരുടെ ലക്ഷണങ്ങൾക്കനുസരിച്ചും ചില ആൾക്കാർക്ക് ക്രിയാറ്റിൻ ഒരു above 2 അല്ലെങ്കിൽ above 3 ഒക്കെ പോകുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് അവരുടെ വാട്ടർ ഇൻടേക്ക് നമ്മൾ കുറക്കും. 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ എന്നുള്ള രീതിയിലേക്ക്, 2 ലിറ്റർ എന്നുള്ള കാര്യം അവരെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. സോ നമ്മുടെ പ്രശ്നം എവിടെയാണ്? നമ്മുടെ പ്രോഡക്റ്റ്, ബയോട്ടോരം പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു വിഷയം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒന്നുകിൽ ഡിലേ ആവുകയോ അല്ലെങ്കിൽ താമസം വരികയോ ചെയ്യാം. ഈ നമ്മുടെ വെള്ളം കൃത്യമായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് മുഴുവൻ പോവാതെ നമ്മുടെ പ്രോഡക്റ്റ് വർക്ക് ചെയ്യില്ല.
അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാട്ടർ ഇൻടേക്ക് എത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം അതിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നിർബന്ധിക്കരുത്. മിനിമം അവർ അതിനകത്ത് നിർത്തി അവർക്ക് അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ റിസൾട്ട് നിങ്ങൾ എന്താ പറയേണ്ടത്, അത് താമസിക്കുമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രമേ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയൂ. ഒരു വളരെ പെട്ടെന്നുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് ഒരിക്കലും കൊടുക്കരുത്. പറയൂ ഇനി എങ്ങനെയാണെന്ന് വെച്ചാല് ഇവര് കിഡ്നി നെഫ്രോട്ടിക് സിൻഡ്രോം ആണ് അവർക്കുള്ളത്. കാരണം ക്രിയാറ്റിൻ ഈസ് നോർമൽ, പ്രോട്ടീൻസ് കൂടുതൽ, അങ്ങനെയാണ് അവരെ ഇത് വന്നത്. ഓക്കെ, അപ്പൊ ക്രിയാറ്റിൻ കൂടുതലല്ല, ഈ അവർക്ക് ചുരുക്കത്തിൽ ഇത്രേ ഉള്ളൂ. അതായത് വാട്ടർ റെസ്ട്രിക്ഷൻ ഇല്ല എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വെള്ളം കൊടുക്കാം, കുഴപ്പമില്ല. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, ക്ലിയർ ആയിട്ട് കൊടുക്കാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഫൈൻ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അമ്പിളി. സാറേ ഞാൻ എന്താ പറയാ, എന്റെ ശരീരത്തില് കുറച്ചൊരു 5-6 മാസമായിട്ട് ചെറിയ നമ്മുടെ ഈ പിന്നെ എന്താ പറയാ, ഈ കൊതുകൊക്കെ കടിച്ചാൽ തടിച്ച് വരൂല, അതുപോലെ ഒരു ചുവന്ന പാട്, അതായത് എല്ലാ സ്ഥലത്തും ഇല്ല, പ്രധാനമായിട്ട് കൈത്തണ്ടയിലും പിന്നെ കാലിന്റെ പാദത്തില് പിന്നെ തൊടയില് വെച്ചാൽ നിറച്ചുമില്ല, 1-2 സ്ഥലം ഒന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നു. അത് കറുത്ത് അത് ഇങ്ങനെ ചൊറിച്ചില് വരും, പിന്നെ കറുത്തങ്ങ് മങ്ങുന്നു. അപ്പൊ ഞാന് വേറെ ഒരു പിന്നെ ഇതുവരെ വേറെ ഒരു ഡോക്ടറെയും കാണിച്ചിട്ടില്ല. പിന്നെ അന്നേരം എനിക്ക് പനി വന്ന സമയത്ത് ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച സമയത്ത് സാറിനോട് ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ സാറിനോട് പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങളൊന്ന് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഇപ്പൊ ലേറ്റഡ് ഇതായിരുന്നു, പ്രഗ്നന്റ് ടൈമിൽ 2 കുട്ടികളുണ്ട്. അവരെ സമയത്തെല്ലാം എനിക്ക് 5 മാസമായപ്പോ തൊട്ട് ഷുഗർ കയറി വന്നിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്തേക്കുമ്പോൾ നോർമലാണ്, 110, ഫാസ്റ്റിങ്ങിൽ 110 അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ എനിക്ക് ഈ ദേഹത്തൊക്കെ ഇങ്ങനെ അത് ഈ ചുട്ടുപൊള്ളുന്ന ഒരു അവസ്ഥ, പിന്നെ ചൂട് കുരു പൊന്തുക പുറത്തൊക്കെ ഇങ്ങനെ. അത് എന്തുകൊണ്ടാ സാറേ? ഞാൻ ഭക്ഷണത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കണം, ഡയബറ്റിക് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഒന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, ഡയബറ്റീസ് ആയിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ട്. നമ്മൾ ചില പ്രമേഹ രോഗികളിൽ ഇത്തരം സ്കിൻ ഇഷ്യൂസ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഫാസ്റ്റിംഗിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ 110 ആണ്, ഷുഗർ കൺട്രോൾഡ് ആണ് എങ്കിൽ കൂടെ ചിലവരിൽ ഇത്തരം സംഗതി കാണാറുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡയബറ്റീസ് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണം. 2, നമ്മുടെ ലിപിഡ് പ്രൊഫൈൽ. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചില ആൾക്കാർ ഒറ്റൊരു വിധം കൊളസ്ട്രോൾ, അതായത് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ലിപിഡ് പ്രൊഫൈൽ തന്നെ നമുക്ക് 5 വിധം കൊളസ്ട്രോളുകളാണ് നമുക്കുള്ളത്. ആ കൊളസ്ട്രോൾ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ ചില അവസ്ഥകളിൽ ഈ ട്രൈഗ്ലിസറൈഡ് കൂടിയ ആൾക്കാരിൽ ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട്. കാരണം ട്രൈഗ്ലിസറൈഡ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് കുഴമ്പ് രൂപത്തിലാണ്, ബ്ലഡിന്റെ കട്ടി ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, അപ്പോൾ അത് ബ്ലഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത്തരം ആൾക്കാർക്കും ഈ ഒരു വിഷയം കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ കുറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതായത് നമ്മുടെ HDL ഹൈ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL-നെ നമ്മൾ കൂട്ടുക, LDL-നെ നമ്മൾ കുറക്കണം, അതുപോലെ ട്രൈഗ്ലിസറൈഡ് നമ്മൾ കുറക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ടെസ്റ്റ് ചെയ്ത് എന്താണ് പ്രശ്നം എന്ന് ചെയ്യാം. സോ എനിക്ക് തോന്നുന്നു ലീന മാഡം, നമ്മള് ടൈം ഈസ് കുറച്ച് പോകുന്നുണ്ട്. ചോദ്യങ്ങള് പ്രമേയത്തെ കുറിച്ചും ഇതേ കുറിച്ചും ചോദിച്ചാൽ തീരില്ല. അപ്പൊ ജനറലി 1-2 കാര്യങ്ങളോട് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ഈ ബയോട്ടോറിയം കുടുംബാംഗങ്ങളെ, അതിന് പുറമെ മറ്റുള്ള മുഴുവൻ എന്റെ സഹോദരന്മാരെ, മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രമേഹം എന്ന് പറയുന്നത് ഒരു സൈലന്റ് കില്ലറാണ്. നാം അറിയാതെ നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് നിന്ന് വൺസ് നമ്മള് അഭിമന്യു പത്മവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ആ ഒരു അവസ്ഥ ആയിരിക്കും എന്നല്ല പറയുന്നത്, നമ്മൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വൺസ് പത്മവ്യൂഹം ഭേദിച്ച് നമ്മൾ അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വഴി അഭിമന്യു ഒരിക്കലും പഠിച്ചിട്ടില്ല. കാരണം അത് അറിയാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ എല്ലാവരും അഭിമന്യുവിൽ നിന്നും മാറി നിങ്ങൾക്ക് ഇന്ന് ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോം, ഇത്ര വലിയൊരു സൗകര്യം, ഇത്ര വലിയ ഗോഡ് ഗിഫ്റ്റഡ് പ്രോഡക്റ്റ്, ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്.
അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അറിവുകൾ നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം ഈ പറയുന്ന എല്ലാ അസുഖങ്ങളായിട്ടും നമ്മൾ പടപൊരുതുക. പ്രമേഹം ഒരു മറ്റുള്ളതിലും വ്യത്യസ്തം എന്ന് പറയുന്നത് ബാക്കിയുള്ള അസുഖം, പനി വന്നാൽ പനി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, തലവേദന വന്നാൽ തലവേദന മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ. പക്ഷെ ഡയബറ്റീസ് അങ്ങനെയല്ല. പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ മറ്റ് പല അസുഖങ്ങളും വരാനുള്ള ഒരു വിളനിലമായിട്ടാണ് പ്രമേഹം നമ്മളെ ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രമേഹം നമ്മൾ വരാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രമേഹം ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ഏത് അവയവത്തെ തളർത്തുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വളരെയധികം കോൺഷ്യസ് ആയിരിക്കുക നമുക്ക് പ്രമേഹം എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ റിവേഴ്സ്. നമ്മൾ ആവർത്തിച്ച് പറയുന്നു, നമുക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് കഴിയും. റിവേഴ്സൽ മീൻസ് നോട്ട് റെമിഷൻ. മനസ്സിലായില്ലേ? റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അസുഖത്തെ പാടെ മാറ്റുക എന്നല്ല അർത്ഥം. അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ നമുക്ക് നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ഒരുപാട് കുറച്ച് കഴിയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും കഴിയും. ഓക്കെ എന്നുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ മറ്റുള്ളവർ ചിന്തിച്ചിട്ട് കാര്യമില്ല. നാം ശ്രമിക്കണം. നമ്മൾ അതിനുവേണ്ടി അധ്വാനിച്ചാൽ, അതിനുവേണ്ടി പണിയെടുത്താൽ മാത്രമേ അത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയൂ. കൃത്യമായ മരുന്നുകൾ, കൃത്യമായ ഭക്ഷണം, കൃത്യമായ വ്യായാമം. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഈ 3 കാര്യങ്ങൾ ചെയ്യുക എന്നും നമ്മുടെ മനസ്സിൽ ഓർക്കുക. കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും, നമ്മൾ ഈ പറയുന്ന സ്ട്രെസ് കുറക്കുക, കൃത്യമായിട്ട് ഉറങ്ങുക, രമേശ് മാഷിന്റെ ക്ലാസ്സിൽ കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാണ് ഇതേക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ആരോ ഒരു കമന്റ് ഇട്ടിട്ട് ഡയബറ്റീസ് ഒരു ക്യാൻസർ ആണ്. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ കാരണത്തിൽ നിന്ന് ഒരു അസുഖം തന്നെയാണ് ഡയബറ്റീസ്. അതുകൊണ്ട് നമുക്കത് വരാതിരിക്കട്ടെ, നമുക്ക് വന്ന ആൾക്കാരെ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം, ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം ചോദ്യങ്ങൾ ചോദിച്ചു. നമുക്ക് ഇനിയും ഇത്തരം സെഷൻസ് നമുക്ക് ആവർത്തിക്കാം. നമ്മൾ ഏകദേശം 300 പേരോളം ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്തു. 300 പേരും ഓരോരോ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ സമയം മതിയാവില്ല. എങ്കിലും വന്ന ചോദ്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്റെ അറിവിനനുസരിച്ചിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ സെഷൻസിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. സോ ലീന മാം ആൻഡ് ഫോർ ഓൾ വൺസ് അഗെയിൻ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സുമേഷ് സാർ വെരി വാല്യുബിൾ. അതായത് ക്വസ്റ്റ്യൻസ് നമ്മൾ വിചാരിച്ച പോലെ അൺനെസറി ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. എല്ലാവരും നല്ല ശരിക്കും വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സുമേഷ് സാറിൻ്റെ സൈഡിൽ നിന്ന് വളരെ കൃത്യമായ മറുപടിയും കിട്ടിക്കൊണ്ട് ഐ ഹോപ്പ് എല്ലാവരുടെ സംശയം എല്ലാവർക്കും എന്താ പറയുക തൃപ്തികരമായ രീതിയിൽ നിങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ സമയം ഇന്നത്തെ നമ്മൾക്ക് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സെഷൻ തീരെ ഒന്നിനും മതിയാവില്ല. അങ്ങനെ നമ്മുടെ സമയം അങ്ങനെ കടന്നു പോകും അല്ലേ. സോ നമുക്കിന്ന് ഇനിയിപ്പോൾ ഒരു കൺക്ലൂഷൻ സെഷൻ വെച്ച് ഞാൻ എന്തായാലും നമ്മുടെ മനോജ് സാറിനെ വിളിക്കുകയാണ്. മനോജ് സാർ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം അല്ലേ, വളരെ 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 പ്രധാനപ്പെട്ട പ്രോഗ്രാം, ഈ ഒരു പ്രോഗ്രാമിന് ഒരു നല്ലൊരു കൺക്ലൂഷൻ കൂടെ തന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു സാർ. സോ ബഹുമാനത്തോടെ ഞാൻ മനോജ് സാറിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു ലീന മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ സുമേഷ് സാറാണ് നമ്മളുമായിട്ട് സംബന്ധിച്ചത്. ഏകദേശം 1.5 മണിക്കൂർ 1.25 മണിക്കൂറായി. നല്ല ചോദ്യങ്ങളാണ് പലരും ചോദിച്ചത്. സമൂഹത്തിന് ഗുണപ്രദമായ രീതിയിലുള്ള നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. കൃത്യമായ ഉത്തരം തന്നെ സാറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ളൊരു സെഷൻ നമുക്ക് വേണ്ടി ചെയ്തു തന്ന സുമേഷ് സാറിനോടുള്ള ബഹുമാനവും ആദരവും കടപ്പാടും നന്ദിയും ഒക്കെ ഈ കേരള വയോട്ടോറിയം ടീമിന്റെ പേരിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കാരണം എല്ലാവർക്കും അങ്ങനെ വന്ന് സംസാരിക്കാനുള്ള വേദി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നോളജ് ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ തന്നെയായിരുന്നു. പലരുടെയും മനസ്സിലുള്ള സംശയങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. ബിഗ് കൺഗ്രാജുലേഷൻ ഡോക്ടർ സുമേഷ് സാർ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ എത്തുകയും നിങ്ങൾക്ക് നിങ്ങളുടേതായ സംശയങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ അവസ്ഥകളെ കുറിച്ചുള്ള സംശയങ്ങളും ടീമിലുള്ള പലരുടെ കുറിച്ചുള്ള അവസ്ഥകളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു. ചോദിക്കാനുള്ള മനസ്സ് കാണിച്ചവർക്കുള്ള ഒരു നന്ദിയും കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ചിലർക്ക് മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവും, പക്ഷെ ചോദിക്കാൻ ഭയങ്കര മടിയായി അല്ലെ. പക്ഷെ എല്ലാവരും തുറന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. ഇത് തുറന്ന് സംസാരിക്കാനുള്ള വേദിയാണ്. എല്ലാം സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സിലുള്ള തുറന്ന് സംസാരിച്ചാൽ മാത്രമേ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. സാറ് ശാസ്ത്രീയമായിട്ട് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അപഗ്രഥിച്ചു തന്നു. ഡോക്ടർ എന്നുള്ള നിലയിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു.
അതോടൊപ്പം നമുക്കറിയാം അലോപ്പതിക്ക് പുറമെ നമ്മുടെ എന്ന് പറഞ്ഞ ഒരു ആൾട്ടർനേറ്റീവ് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ സാർ ഇവിടെ സംസാരിച്ചു ഏഷ്യയിലെ വൻകരയിലാണോ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഇല്ലേ 30% to 50% അല്ലെങ്കിൽ 60% വരെ ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ ഷുഗർ രോഗിയാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം ജനറ്റിക്കലി നമ്മളെ ഫാമിലിക്കാർക്കും ഉണ്ടെങ്കിൽ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളിൽ വരെ നമുക്ക് ഇത് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. ഇത് രോഗികൾക്കുള്ളതല്ല, ഇതെല്ലാവരും രോഗികളുടെ പുറകെയാണ് പോകുന്നത്. പക്ഷെ ഇതൊരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റെമഡി എന്നുള്ള രീതിയിൽ നിങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രായമുള്ള ആളുകൾക്കാണല്ലോ ഈ ഷുഗറൊക്കെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങി കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. എല്ലാ രോഗത്തിന്റെ അടിസ്ഥാന കാരണം സാറ് ഡോക്ടർ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നതാണ് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് രോഗം വരുന്നത് അല്ലേ. അപ്പോ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ പറ്റുന്ന രീതിയിൽ സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന ഏറ്റവും വലിയൊരു ബ്രഹ്മാസ്ത്രം തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആവേശം ഉണ്ടാക്കണം. എന്നാൽ സീരിയസ് ആയിട്ടുള്ള രോഗികളെ സംബന്ധിച്ച് അത് സാർ ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചത് നമ്മളെപ്പോഴും പറയുന്നതാണ് അല്ലെ. സീരിയസ് ആയിട്ടുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രൊഡക്റ്റ് മാത്രം അവർക്ക് പോരാ, അവർക്ക് ആ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ഡോക്ടേഴ്സ് പറയുന്ന രീതിയിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റും കൂടി കൊടുക്കണം. അതും കൂടെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ആകുന്ന എത്രയോ അവസരങ്ങൾ നമ്മൾ കൂടി ഉണ്ട്. ഇപ്പൊ ആദ്യം തന്നെ സംസാരിച്ച മേഡത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അവര് ഷുഗറിനെ കുറിച്ചാണ് സംസാരിച്ചത്. എത്രയോ വർഷങ്ങളായിട്ടുള്ള ഷുഗർ 400-ലധികം ഷുഗർ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മേഡത്തിന്റെ ഹസ്ബൻഡിന് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ മാസങ്ങൾ കൊണ്ട് അത് 110 വന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. നമ്മുടെ പ്രൊഡക്റ്റിന്റെ മഹാത്മ്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഇല്ലേ. 110 വന്നു എന്നുള്ളതാണ്. വേറെ എന്ത് മെഡിസിൻ കഴിച്ചാലും അത് കൺട്രോൾ വരാൻ വലിയ പണിയാണ്. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അത് 110 വന്നു. പിന്നീട് അവര് മെഡിസിൻ കഴിച്ചു, അലോപ്പതി തന്നെ കഴിച്ചു. അവര് പിന്നെ സാമ്പത്തിക പ്രയാസമുള്ള എന്താണെന്നറിയില്ല, അടുത്ത ഹെൽത്ത് സെന്ററുകളിൽ പോവുകയും ഹെൽത്ത് സെന്ററിൽ നിന്ന് കൊടുക്കുന്ന മെഡിസിൻ ഉപയോഗിച്ചപ്പോഴും കുറച്ചുനാളും കൂടെ അത് കഴിച്ചു. ഇപ്പൊ 11 മാസമായിട്ട് അവർക്ക് എന്ത് വേണ്ട മെഡിസിൻ എടുക്കാതെ തന്നെ ഷുഗർ ലെവൽ അല്ലെ ബിഫോർ അത് നമ്മൾ ഫാസ്റ്റിംഗിൽ 110 ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ മഹാത്മ്യം തിരിച്ചറിയണം. എന്നാലും ഞാൻ പറയുന്നു, എന്നാലും നമ്മൾ ഇടക്കിടക്ക് നമ്മുടെ HbA1c എങ്കിലും ടെസ്റ്റ് ചെയ്യണം. HbA1c നമ്മൾ ഈ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഷുഗർ നോർമൽ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ ഭക്ഷണങ്ങൾ എങ്ങനെ കഴിക്കാൻ തുടങ്ങും. എനിക്കെല്ലാം നോർമൽ ആയല്ലോ അല്ലേ. അപ്പൊ വരട്ടെ, വല്ലകീട് വരട്ടെ 2 എണ്ണം ഇല്ലേ. ഞാനിപ്പോ നോർമലാണ് അല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ പാൻക്രിയാസിന്റെ പ്രവർത്തനമൊക്കെ കറക്റ്റ് ആയി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഷുഗർ വേണ്ടാത്ത രീതിയിൽ കഴിക്കാൻ തുടങ്ങും. ജിലേബി കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ആരും നമ്മുടെ ചിത്രവത്സരം മേഡം ചോദിക്കുന്നത് കേട്ടു. ഈ ഷുഗർ രോഗികൾക്ക് കപ്പയും ചേനയും അതേ മണ്ണിനടിയിൽ വളരുന്ന അല്ലേ ഫലമൂലാദികൾ കഴിക്കാൻ പാടുണ്ടോ? സാധാരണ ഡോക്ടേഴ്സ് പറയുന്നത് കഴിക്കാൻ പാടില്ലെന്നാണ് പറയാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് കാർബോഹൈഡ്രേറ്റ്സ് കൂടും. കാർബോഹൈഡ്രേറ്റ്സ് കൂടുന്നതുകൊണ്ടാണ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ചോറ് കഴിക്കാതെ ഒരു നേരം കുറച്ച് കപ്പ കഴിച്ചോ, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം കാർബോഹൈഡ്രേറ്റ്സ് ഒരു ദിവസം എത്ര അളവിൽ വേണോ ആ അളവിലുള്ളത് നിങ്ങൾ ചോറിന് പകരം അത്രയും കപ്പയാണ് കുഴപ്പമില്ല. പക്ഷെ കപ്പയും മീൻകറി അല്ലെങ്കിൽ കപ്പയും ബീഫും കൂടെ കാണുമ്പോ 2 പ്ലേറ്റ് കപ്പയങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായിട്ടും കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കൂടും. അപ്പൊ ഷുഗർ ലെവൽ കൂടും. ഇതാണ് ഇവിടെ പ്രശ്നം. അതുകൊണ്ടാണ് കപ്പ കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറയാനുള്ള കാരണം. എല്ലാം തന്നെ ലിമിറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? ചോറ് കഴിക്കരുത്. മനസ്സിലായില്ലേ? ആ രീതിയിലാണ് ഷുഗർ പേഷ്യൻസ് ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പൊ അത്രയും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സുമേഷ് സാർ ഇവിടെ സൂചിപ്പിച്ചു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു ഇവിടെ കൈകാര്യം ചെയ്തത്. ഇനിയും സാറിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇതോടൊപ്പം തന്നെ നമ്മുടെ ദിനചര്യകൾ വളരെ കറക്റ്റ് ആയിരിക്കണം. അതിനെക്കുറിച്ചാണ് നമ്മുടെ രമേശൻ സാർ എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്നത്. നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ആണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നത്. നമ്മളെ ഹോർമോണൽ ചേഞ്ചസ് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മളെ വൈബ്രേഷൻ കറക്റ്റ് ആവുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ വൈബ്രേഷൻ ആണ് നമ്മളെ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വരുന്നത്. ആ തിങ്കിങ് നമ്മുടെ ചിന്തകളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് അല്ലെ. നമ്മുടെ ചിന്തകളുടെ ഉൽപ്പന്നമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത്. നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും സുഹൃത്തുക്കളും അയൽവാസികളും അധ്യാപകരും ഒക്കെ തന്നെ നമ്മളെ ബ്രെയിനിലേക്ക് നിനക്കൊന്നും കൊള്ളൂല ലീനെ, നീ മണ്ടത്തിയാണ് അല്ലെ, വിവരമില്ലാത്തവളാണ് എന്ന് നേരത്തെ നമ്മളെ വിധി എഴുതിയിട്ട് ഇങ്ങനെ അടിച്ച് തകർത്ത് വെച്ചിരുന്നു അല്ലെ. ഒരു ചെറിയ കുട്ടി ജനലിന്റെ മുകളിൽ കമ്പി പിടിച്ച് കയറുമ്പോൾ അടിയാണ് കൊടുക്കുക. അച്ഛനും താഴെ വീഴില്ലടാ, വീണ് കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകാൻ എന്റെ അടുത്ത് കാശുണ്ടടാ എന്ന് ചോദിക്കും അല്ലെ.
നേരെ മറിച്ച് ജനലിന്റെ മുള്ള കുട്ടി കമ്പി പിടിക്കുമ്പോൾ കേറിക്കോ മോനെ, മുകളിലോട്ട് കയറിക്കോ, അച്ഛനെ ഇവിടെ ഉണ്ട്, നീ വീഴത്തില്ലടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കി അവനെ താഴെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവൻ 2 കമ്പി 3 കമ്പി 4 കമ്പി ഇങ്ങനെ മുകളിലോട്ട് കയറുമ്പോൾ കുട്ടികൾ ആത്മവിശ്വാസം ഉണ്ടാവും, കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും. അങ്ങനെ കുട്ടികളെ വളർത്തുകയാണെങ്കിൽ അവർ ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കഴിവുള്ള കുട്ടികളായിട്ട് മാറും. നമ്മളെപ്പോഴും ആനയുടെ കഥ പറയാറുണ്ടല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനയെ നമ്മളൊരു വടി കൊണ്ട് ഒരു തോട്ടി കൊണ്ട് ഇങ്ങനെ നിർത്തുന്നത് എന്തുകൊണ്ടാ ഇല്ലേ? പക്ഷെ അതിനെ നമ്മൾ ഭ്രാന്തളകി എന്ന് പറയുന്നത് എപ്പോഴാ? ആനയുടെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് ആ ചങ്ങല പൊട്ടിച്ചിങ്ങ് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇല്ലേ നമ്മ പറയും അതിന് ഭ്രാന്തളകിന്ന്. പക്ഷെ ആനയുടെ ശക്തി തിരിച്ചറിയുന്ന സമയം അതാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു ചങ്ങലക്കെട്ടിന്റെ അടിയിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയണം, മനസ്സിലായ? അപ്പോഴാണ് നമ്മളെ മൈൻഡ് വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് ജീവിത ശൈലിയിൽ മാറ്റം ഉണ്ടാകണം. ജീവിതത്തിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ സൈക്കിൾ പഠിക്കുമ്പോൾ വീണിട്ടുണ്ട് ഇല്ലേ? വീഴാതെ ആർക്കെങ്കിലും സൈക്കിൾ പഠിക്കാൻ പറ്റുമോ? നീന്താൻ പഠിക്കുമ്പോൾ വെള്ളം കുടിക്കാതെ നീന്താൻ പഠിക്കാൻ പറ്റുമോ? ഇല്ലേ? അതുകൊണ്ട് ആരെങ്കിലും നീന്താൻ പഠിക്കാതിരുന്നിട്ടുണ്ടോ? ആരെങ്കിലും സൈക്കിൾ പഠിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ലേ? അതിനൊക്കെ അതിൻ്റെതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാല് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾ പോലും അവരുടെ വാക്കുകൾ പോലും എന്തായിരിക്കണം ഇല്ലേ? നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സമൂഹത്തിനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് രമേശ് സാർ എപ്പോഴും പറയുന്ന ഒരു ഹോർമോണൽ ചേഞ്ചസ് കറക്റ്റ് ആകുമ്പോൾ നമ്മളെ പോലുള്ള ഹോർമോൺസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവും. ഈ ഹോർമോൺ ബാലൻസ് കറക്റ്റ് ആവണമെങ്കിൽ നമ്മളെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്ന ഉറക്കം കൃത്യമായിട്ട് കിട്ടണം ശരീരത്തിന്. ഉറക്കം കൃത്യമാണെങ്കിൽ മിനിമം 8 മണിക്കൂറാണെന്ന് പറഞ്ഞിരുന്നത്. 8 മണിക്കൂറൊന്നും ഉറങ്ങാൻ പറ്റില്ല ഇല്ലേ? അപ്പൊ ആള് ചോദിക്കും നരേന്ദ്രമോദി 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ? അദ്ദേഹത്തിന് ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? ഒരു അസുഖവും ഇല്ല. ഇന്ന് വരെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ 1 രൂപയുടെ അല്ലെ മെഡിക്കൽ ബില്ല് പോലും ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന്. ഒരു മെഡിക്കൽ ബില്ലും അദ്ദേഹത്തിന് ഇതുവരെയും വന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനസ്സിലായ? തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ നിങ്ങൾക്ക്. ബാക്കി എല്ലാ MP മാരും MLA മാരും പോലും വലിയ ആശുപത്രിയിൽ പോയിട്ട് ലക്ഷക്കണക്കിന് ബില്ല് വാങ്ങുന്ന കഥകൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട് അല്ലേ? പക്ഷെ അദ്ദേഹം ഉറക്കം കുറവാണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ യോഗയും മിനിമം ഞാൻ പറയുന്നു 5 മണിക്കൂറെങ്കിലും നമുക്ക് ഉറങ്ങാൻ വേണ്ടി സാധിക്കണം. കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടുക. 8 മണിക്കൂറാണ് പഴയ കാലത്ത് പറഞ്ഞു, കുട്ടികൾക്കാണെങ്കിൽ അതിൽ കൂടുതൽ വേണം. ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കറക്റ്റ് ആവുകയും അല്ലെ നമ്മളെ ബോഡി രോഗാവസ്ഥക്കുള്ള ഒരു പ്രധാന കാരണം തന്നെ ഉറക്കക്കുറവാണ്. നിങ്ങൾ പഠിച്ചു നോക്കിക്കോളൂ. ഉറക്കക്കുറവാണ്, പിന്നെ ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങളാണ്, പിന്നെ മത്സര ബുദ്ധിയാണ്. അതാണ് ഏറ്റവും പ്രധാനം. മത്സര ബുദ്ധി ഇല്ലേ? തൊട്ടടുത്ത വീട്ടുകാരനെ നോക്കും, അവന്റെ അടുത്ത് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ 2 നില വീടാണെങ്കിൽ എനിക്ക് 3 നില വീട് ഇല്ലേ? അവിടെ കാറാണ് ഞാൻ കാറ് വാങ്ങണം. ഈ ഒരു മത്സര ബുദ്ധി നമ്മളെ രോഗികളാക്കി മാറ്റും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. അതുകൊണ്ട് മത്സര ബുദ്ധി ഒഴിവാക്കുക. മനസ്സിലായില്ലേ? നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു മനസ്സിനോട് കൂടിയിട്ട് നമ്മളെന്താ ജീവിതക്രമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് വളരെ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു 100%. ഇപ്പൊ ആരോ ഗ്യാസ് പ്രോബ്ലം ഒക്കെ പറഞ്ഞു. ഇവിടെ ഗ്യാസിനൊക്കെ വെള്ളം കൃത്യമായിട്ട് കുടിക്കും. ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കില്ല കൃത്യമായിട്ട് നിങ്ങൾ അളവ് വെച്ച് കുടിക്കും. ഞാനിപ്പോ 1.5 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞു. മനസ്സിലായ? 3 ലിറ്റർ വെള്ളം കൃത്യമായിട്ട് കുടിക്കും സുഹൃത്തുക്കളെ. വെള്ളം നിങ്ങളുടെ മുഖത്ത് ആരോ പറഞ്ഞു മുഖത്ത് കറുപ്പ്, കാലിന് കറുപ്പുള്ള വെരിക്കോസിന്റെ അടുത്തേക്ക് വെള്ളം ഒഴിച്ച് സ്പ്രേ ചെയ്ത് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കൂ. മനസ്സിലായ? അത് കറുപ്പൊക്കെ മാറിക്കോളും. ഒരു സംശയവും വേണ്ട. ഇത്രയും വലിയ വജ്രായുധമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിയൂ. കാല് വേദന കറുപ്പുണ്ടെങ്കിൽ അവിടെ വെള്ളം നിങ്ങൾ സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കൂ. വെള്ളം നന്നായിട്ട് കുടിക്കൂ. കുളിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് വെള്ളം 20 ലിറ്ററിന്റെ ജാറിന് റാപ്പ് ചെയ്യാൻ പറ്റുന്ന പാഡ് ഉണ്ട്. വെറും 2000 രൂപയുള്ളൂ. ഇതൊന്നും വാങ്ങത്തില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ വാങ്ങി ഒരു ബക്കറ്റിനകത്ത് റാപ്പ് ചെയ്ത് വെച്ച് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു വെക്കൂ. ഇത് കുളിക്കുന്ന സമയത്ത് നമ്മൾ ഈ വെള്ളം എടുത്തിട്ട് കുളിച്ചു നോക്കൂ. ഇപ്പൊ എല്ലാവരും മറ്റേ ഇതുവഴി ഷവർ വഴിയാണ് കുളിക്കുന്നതെങ്കിലും ബക്കറ്റിൽ കുറച്ച് വെള്ളം ഇങ്ങോട്ട് വെച്ചിട്ട് ഈ നമ്മളെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ശരീരത്തിൽ കുളിച്ചു നോക്കൂ. നിങ്ങൾ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. ക്രിയാറ്റിൻ ലെവൽ വരെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരുന്ന് നിർത്താനല്ല പറയുന്നത്. ക്രിയാറ്റിൻ ഉള്ള ആളുകൾ ഡോക്ടർ സുമേഷ് സാർ പറഞ്ഞു, ഡോക്ടേഴ്സ് എത്ര വെള്ളമാണോ കുടിക്കാൻ പറഞ്ഞത് 1 ലിറ്റർ ആണ്, 1 ലിറ്റർ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ വെള്ളം കുടിക്കാൻ പറയൂ അവരോട്. മനസ്സിലായ? അധികം അവർക്ക് പെട്ടെന്ന് മാട്രസ് പാഡ് കൊടുക്കാതെ റിസ്റ്റ് പാഡും നമ്മുടെ വാട്ടർ എനർജി പാഡ് മാത്രം കൊടുത്തുകൊണ്ട് 1 ലിറ്റർ ആണെങ്കിൽ നമ്മുടെ 1 ലിറ്റർ കുടിക്കട്ടെ. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് 1.25 ലിറ്റർ ആക്കാം. പിന്നെ മെല്ലെ 1.5 ലിറ്റർ ആക്കാം. അപ്പൊ നമ്മളെ ക്രിയാറ്റിൻ ലെവൽ കുറയുന്നതായിട്ട് എത്രയെത്ര റിസൾട്ടുകൾ ഡോക്ടർ രാജു സാറൊക്കെ കൊടുത്തിട്ട് എത്രയെത്ര റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് ക്രിയാറ്റിനൊക്കെ അല്ലേ? അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്
ഈ പറയുന്ന സർവ്വരോഗ സംഹാരണി എന്ന് പറഞ്ഞിട്ട് ആരും കൊടുക്കാൻ വേണ്ടി പാടില്ല. അത് തന്നെയാണ് സുമേഷ് സാറോട് പറഞ്ഞത്. പക്ഷേ ബ്ലഡ് സർക്കുലേഷൻ ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യും, റേഡിയേഷൻ കൂടിയ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മളിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥക്ക് എത്രയോ ശമനം കിട്ടുന്നു. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. എന്തായാലും വളരെ നല്ലൊരു സെഷനാണ് ഇന്നിവിടെ നമ്മുടെ ഡോക്ടർ സുമേഷ് സാറ് കൈകാര്യം ചെയ്ത്. ഒരു സംശയവും വേണ്ട, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സാറ് നമ്മുടെ കൂടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. 21-ാം തീയതി വെള്ളിയാഴ്ച എറണാകുളത്ത് നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ലൊരു വെൽനസ് അഡ്വൈസറായിട്ട് മാറാൻ വേണ്ടി സാധിക്കും, എന്തെല്ലാം നമ്മൾ പഠിക്കണം, എന്തെല്ലാം നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കണം എന്നുള്ള ക്ലാസ് എടുക്കുന്നത് നമ്മുടെ രമേശൻ മാഷാണ്. രമേശൻ മാഷിന്റെ കൂടെ ഡോക്ടർ സുമേഷ് സാർ ഉണ്ടാവും. അതിന്റെ ടിക്കറ്റ് സീറ്റ് കുറച്ചേ ഉള്ളൂ, 100ഓളം സീറ്റ് അവിടെ ഉള്ളൂ. അതിൽ കൂടുതൽ സീറ്റ് ഇല്ല. അതുകൊണ്ട് പരമാവധി ബുക്കിംഗ് ആയിട്ടുണ്ട്. അഭിലാഷ് സാറായിട്ട് ബന്ധപ്പെടുക. വരാൻ താല്പര്യമുള്ള ആളുകൾ അവിടെ വരിക. നെക്സ്റ്റ് ഡേ 22-ാം തീയതി അതേ പ്രോഗ്രാം തന്നെ നമ്മളിവിടെ കൊട്ടാരക്കര നടക്കുന്നുണ്ട്. ശ്രീകുമാർ സാറാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ രാജു സാർ, അതുപോലെ അവിടുത്തെ മെയിൻ ലീഡേഴ്സ് വിഷ്ണു ഉണ്ടാവും, അവിടെ ബിപിൻ ഉണ്ട്, അവിടെ ദിനിൽ, അതുപോലെ കുറെ ലീഡേഴ്സ് ഉണ്ട് ആ ഭാഗത്തിൽ. അവരെല്ലാം കൂടിയാണ് ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ആ പ്രോഗ്രാമിലും നല്ല ആളുകളെ ഞങ്ങൾ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ലൊരു അവയർനെസ് കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്കൊരു രോഗമില്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും അല്ലെ എന്ന ഒരു ദൗത്യവുമായിട്ട് ബയോട്ടോറിയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് ഒരു സംശയവും വേണ്ട. നിങ്ങൾ രോഗത്തെ അകറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ, അത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് ഒരു സാമ്പത്തിക അഭിവൃദ്ധിയും കൂടി ഉണ്ടാകുന്നതാണ്. അതാണ് നമ്മള് ഈ ബയോട്ടോറിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായ? നിങ്ങൾ രോഗത്തെ അകറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും കൂടി ഈ സിസ്റ്റത്തിലൂടെ വരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. ഇന്ന് സൺഡേ ആണ്. ഇന്ന് രാത്രി നമ്മുടെ സൂം പ്രോഗ്രാം ഉണ്ടാവും. ഇതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ്സും ഈ പ്രൊഫൈലും കമ്പനിയുടെ ഡീറ്റെയിൽസും, ഇത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ വാങ്ങണം, എങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെ റിസൾട്ട് ഉണ്ട് മുതലായ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് രാത്രി 8 മണിക്ക് ഉണ്ടാകുക. അതുപോലെ ഇന്ന് 300 പേര് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ആളുകളെല്ലാം തന്നെ രാത്രിയിലെ പ്രോഗ്രാമിൽ പുതിയ ഗസ്റ്റുകളുമായിട്ട് വരിക എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കുള്ള നന്ദിയും ബഹുമാനവും സ്നേഹവും ആദരവും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പ്രിയങ്കരനായ ഡോക്ടർ സുമേഷ് സാറിനും കുടുംബത്തിന് ഒരിക്കൽ കൂടി സർവ്വ ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട്, അതുപോലെ തന്നെ രമേശൻ സാർ ഈ പ്രോഗ്രാമിൽ ആദ്യം മുതൽ അവസാനം വരെയുണ്ട്. കാരണം അദ്ദേഹം 5 മണിക്ക് തുടങ്ങിയ സബരിയാണ് 4 മണി മുതൽ അദ്ദേഹം വളരെ തയ്യാറായിട്ട് 24 hours ബയോട്ടോറിയത്തിന് വേറൊരു ലെവലിലേക്ക് മനസ്സിലായേ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ വളരെ ജാഗരൂകരായിട്ട് നിൽക്കുന്ന ഒത്തിരി ലീഡേഴ്സിന്റെ അതിൽ പ്രധാനപ്പെട്ട ഒരു മോട്ടിവേറ്റർ, ഒരു ട്രെയിനർ, ഒരു മെന്റർ കൂടിയാണ് നമ്മുടെ പ്രിയങ്കരനായ രമേശൻ സാറ്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തരോടുള്ള നന്ദിയും ബഹുമാനവും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും സംസാരിക്കുവാനുള്ള ഊർജ്ജവും ശക്തിയും ആവേശവും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി 8 മണിക്കുള്ള സൂമിൽ പുതിയ ഗസ്റ്റുകളുമായിട്ട് എല്ലാവരും പൂർവാധികം ആവേശത്തോടു കൂടി എത്തിച്ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാറേ.